Thank you, Jesus. Roshas Gloria, Talprabala, Haziam, Tabrahalia, Mashbara, Halaka Sikateri, Prabala Siam, Tebrabakala, Siam, Shatala Rabaka Sikateri, Shabala Gasia. We praise you, Father. Thank you, Father. We praise you, we praise you, we praise you. Thank you for your presence, Father. Yes, Father. വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീസസ് റോഷസ് ഗ്ലോറി ഹറാബ ഹസിയാറ്റി റേകേബിയ പ്രബാകസിയ ടെപ്രബാല ഹസിയാം ടെ പ്രബാലഗസിയ റേബിയ ടെപ്രഹാസിയ. Thank you, Reamas, Miarias, Mariam te, Praveosia, Praveolia, Halprahazia. Yes, thank you, Lord Jesus. ആ പ്രസൻസിൽ അങ്ങേ ആരാധിക്കുവാൻ കർത്താവേ, വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അങ്ങയുടെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ അഭിഷിക്തനായി ഷാജി പാസ്റ്ററെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ബ്ലെസ് ചെയ്തു. താങ്ക് യു ജീസസ്. പക്ഷേ കർത്താവിനോട് പറയുന്നു, പുതിയ പാട്ടുകൾ, ആമേൻ, പുതിയ ട്യൂണുകൾ, സ്വർഗീയമായത് നാവിൽ പരിശുദ്ധാത്മാവ് നൽകാൻ പോകുക. പുതിയ ലിറിക്സുകൾ കർത്താവിനെ കാണിക്കുന്നു. ആമേൻ, കമ്പോസ് ചെയ്യുന്ന പുതിയ ട്യൂണുകൾ പാസ്റ്ററിന്റെ കരത്തിലേക്ക് കർത്താവ് ഏൽപ്പിക്കുന്നു. റാസറ്റൽ പ്രയ, ഇത് ഈ വർഷം ആമേൻ ഇയർ ഓഫ് മാർവലസ്, ആമേൻ, ഭയങ്കരമായ കാര്യങ്ങളെ പിതാവ് പാസ്റ്റർ ലൈഫിൽ ചെയ്യുന്ന ഒരു ഇയറായി ഇത് മാറുകയാണ്. ആറാൽ ഖാസിയ മാർവലസ് തിങ്സ്, ആമേൻ, അസാധാരണമായിട്ടുള്ള ഓ ചീസ് റോൾഖോല പ്രഭാകാസിയ പ്രഭാസിയ ഭയങ്കരമായിട്ടുള്ള ആമേൻ മാർവലസ് ആയിട്ടുള്ള ഭയങ്കര കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ഇയറായി ആമേൻ പിതാവ് കാണിക്കുന്നു. അതിനെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു പ്രാർത്ഥിക്കുന്നു. ലേഖാസിയ ഭാഷ പോകുന്നിടത്തെല്ലാം അസാധാരണമായിട്ടുള്ള മൂവുകളും ആമേൻ ഇംപാർട്ടേഷനുകളും റാഗാസിയ ഒരു വർഷിപ്പ് ജനറേഷനെ റെവലേഷൻ ജനറേഷനെ ഒരു ക്രൈസ്റ്റ് ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു മാൻഡിൽ പാസ്റ്റർമേലേക്ക് സ്വർഗം റിലീസ് ചെയ്തു തരികയാണ്. റേഖാറ്റാലബാസിയ ഒത്തിരി ഡോറുകൾ തുറക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ഒരു ഭയങ്കരമായ ആത്മാവിന്റെ പുതപ്പ്, ഒരു ഡബിൾ പോർഷൻ ഈ വർഷം ലൈഫിൽ ഒരു ഡബിൾ പോർഷൻ അനോയിന്റിംഗ് ഇയറാ. ഡബിൾ പോർഷൻ 2024 ഉണ്ടായിരുന്ന അഭിഷേകത്തിന്റെ ഡബിളായി അത് പാസ്റ്റർമേലേക്ക് അത് കൈമാറ്റപ്പെടുന്നു. വർഷത്തിന്റെ ആരംഭത്തിൽ ഫസ്റ്റ് ഡേ തന്നെ കർത്താവ് ചില പകർച്ചകളെ പാസ്റ്റർമേലേക്ക് അയക്കുന്നു. ഈ വർഷത്തിൽ പാസ്റ്ററിനെ UK കർത്താവ് കണക്ട് ചെയ്യും. ഒത്തിരി ഡോറുകൾ പാസ്റ്ററിന് മുമ്പിൽ തുറക്കപ്പെടും. രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് പാസ്റ്റർ ഈ വർഷം കൃപ ചെയ്യുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു വിഷൻ കാണുന്നു പാസ്റ്റർ. വർഷിപ്പ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും ശക്തിയുടെയും ഭയങ്കരമായ പകർച്ച, ഓ ജനത്തിന്റെ കണ്ണു തുറക്കുന്ന ഒരു വർഷിപ്പ്, സ്പിരിച്വൽ ഐസിനെ ഓപ്പൺ ചെയ്യുന്ന ഒരു വർഷിപ്പ്, പാടുന്ന സോങ്സിലുള്ള ലിറിക്സുകൾ ഓ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അത് ചില വെളിപ്പാടുകളെ, അവരുടെ ചില അന്ധതയെ മാറ്റുന്ന, അവരുടെ ചില അജ്ഞതയെ മാറ്റുന്ന വെളിപ്പാടുകളായി അതവരുടെ ഹൃദയത്തിലേക്ക് പതിയുന്നത് കർത്താവിനെ കാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വർഷിപ്പിനകത്ത് ഭയങ്കരമായ മാനിഫെസ്റ്റേഷന്റെ തലങ്ങൾ ആമേൻ തുറക്കപ്പെടും. ഈ വോയിസിനെ അനേകം റെക്കഗ്നൈസ് ചെയ്യത്തക്കവണ്ണം പിതാവ് മുദ്രയിടുന്നത് കർത്താവിനെ കാണിക്കുന്നു. പിതാവ് മുദ്രയിടുന്ന ഒരു ശബ്ദമായി, ഹല്ലേലൂയ, ആമേൻ ജീസസ്. എസെക്കിയേലിനോട് കർത്താവ് പറയുന്ന ഒരു വേർഡ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് കൈമാറുന്നു. ആമേൻ, നിനക്കോ ഞാനൊരു തുറന്ന വായ് നൽകും. തുറന്ന വായ്, ഹല്ലേലൂയ. വേർഡ് കർത്താവിനോട് പറയുന്നു, തുറന്ന വായ്, ഹല്ലേലൂയ, ഒരു ഓപ്പൺ മൗത്ത്, ഹല്ലേലൂയ, ആമേൻ. ഈ തുറന്ന വായ് അനേകം ഡോറുകളെ ഓപ്പൺ ചെയ്യുന്ന ഒരു വിഷൻ കർത്താവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഫസ്റ്റ് ആമേൻ, ആമേൻ. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ അത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ആമേൻ തുറക്കുന്നത്, അത് ആമേൻ ചില എരിഹോ മതിലുകളെ ഇടിയുമാറാക്കുന്നത്, ആമേൻ, ആമേൻ. ഈ വോയിസ് ചെന്ന് ചിലതിനെ തട്ടി അതിനെ തകർക്കുന്നത് ആമേൻ കർത്താവിനെ കാണിക്കുന്നു. യഹോവയുടെ ശബ്ദം ആമേൻ അത് കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ആമേൻ, ഇതുപോലെ ശബ്ദത്തിനകത്ത് ആമേൻ ഭയങ്കരമായ സ്പിരിച്വൽ റെലത്തിനകത്ത് അസാധാരണമായ മൂവുകൾ സംഭവിക്കുന്നത് വലിയ പ്രസൻസിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ആമേൻ, താങ്ക് യു ലോർഡ് ജീസസ്. മാന്റിലിനെ കൈമാറുന്നതിനായി നന്ദി. ഒരു പുതിയ
വസ്ത്രത്തെ അങ്ങ് ധരിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റോഗോ സമാറ്റേബിയ റാൽകാസിയാറ്റെ ലബാസിയ. പക്ഷേ ഈ വർഷത്തിൽ ഒത്തിരി ഗിഫ്റ്റുകൾ പാസ്റ്റർ തേടി വരുന്നു. ഒരുപാട് ഗിഫ്റ്റുകൾ പ്രത്യേകിച്ച് ചില കീബോർഡുകളോ ചില മാക്സസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പാസ്റ്ററിന്റെ കരത്തിലേക്ക് ഗിഫ്റ്റുകളായി വരുന്നു. ഫാമിലിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള ദൈവപ്രവർത്തികൾ ഞാൻ കാണുന്നു. നിങ്ങളുടെ പ്രോസ്പെക്ട് ഫിനാൻഷ്യൽ മേഖലകൾ ഭയങ്കര ബ്രേക്ക് ത്രൂ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. റസിയ മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് ചില ട്രാവലിങ്ങിനെ ദൈവാത്മാവ് കാണിക്കുന്നു. ഞങ്ങൾ അതിനെ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മാർച്ച് മന്ത് ഓഫ് മാർച്ച് ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയി മാറുന്നു. അപ്പൊ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. We give you all glory, Father, in Jesus' name. Amen, amen, amen. Thank you so much, Pastor. God bless you. God bless you. Thank you, Lord. We praise you. Thank you. എല്ലാവരും പിതാവിനെ പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ലഗാധ റബകസിയ ടേബ്രഹാസിയ. ആമേൻ. നമ്മളൊരു പുതിയ റിലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക. ആരും വെറുതെ ഇരിക്കാതെ ആമേൻ എല്ലാവരും വായുകളെ തുറന്ന് റാഖ സൊബ്രഹ മിയാറ്റെ പ്രബാലക സിഗംറ്റെ പ്രബാഷിയ പ്രൈസ് ചെയ്താട്ടെ വിയാംതേമ ശബകസിയ ലെബ്രഹാറ്റെ പ്രബകസിയറ്റെ. ആത്മനിറവിലേക്ക് ആത്മീകമായിട്ടുള്ള ആമേൻ തലത്തിലേക്ക് എൻ്റർ ആകാൻ വേണ്ടി എല്ലാവരും സ്പിരിച്വലി ഒന്ന് പ്രിപ്പയർ ആയിക്കേ. നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തേ. നിങ്ങൾ ആത്മീയ തലത്തിലേക്ക് എന്താണോ നമ്മൾ പ്രൊഫറ്റിക്കൽ റിലം തുറക്കുന്നത് അത് കേൾക്കുകയല്ല, അത് നമ്മുടെ മേൽ പകരപ്പെടത്തക്ക വിധം നിങ്ങൾ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ஆமென். இந்த இரவிலே நாம் அடுத்த ஒரு ஆவிக்குரிய மண்டலத்திலே ஷிஃப்ட் பண்ண போகிறோம். அதனால் எல்லாரும் ஜெபத்தோடு கூட அந்த பிரசன்ஸோடு கூட ஆமென் ஹalleluya அந்நிய பாஷைகளோடு கூட மூவ் பண்ணுங்க. ஏனென்றால் ஜஸ்ட் இது ஒரு வேர்ட் அல்ல, ஒரு ரெலம். ஆமென். நெக்ஸ்ட் ப்ராஃபெட்டிக்கல் ஒரு ரெலம், ஒரு ப்ராமிஸ் ரெலம் தான் நம்ம ஓபன் பண்ணுவோம். அதனால எல்லாரும் ஒரு ஸ்பிரிட் ஃபீல்டான அனுபவத்தில் அது உங்களுடைய ஸ்பிரிட்ல ரிசீவ் பண்ணும்படியான ஒரு அட்மாஸ்பியர்ல இந்த இரவிலே இருந்து விடுங்க. ഹല്ലേലൂയ. എന്തെങ്കിലും കേൾക്കാനായിട്ടല്ല പ്രാപിക്കാനായിട്ടുള്ള ആഗ്രഹത്തോട് കൂടെ നിങ്ങളായിരുന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ജസ്റ്റ് ഒന്ന് ഹിയർ பண்ணுகிற அனுபவம் அல்ல, I want to receive ആമേൻ the impartation. ഹല്ലേലൂയ. அப்படி ஒரு ஆசையோடு கூட இந்த இரவில் அவருடைய பிரசன்னத்தில் இருந்து. ഇതൊരു ടീച്ചിങ് ടൈം അല്ല, ഇതൊരു ഇംപാർട്ടേഷന്റെ ടൈമാണ്. ആമേൻ. ഹല്ലേലൂയ. This is not a teaching time, this is the time of impartation. സ്പിരിച്വൽ റിലത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില കൈമാറ്റങ്ങൾ ഈ സമയത്ത് നടക്കപ്പെടും. ആമേൻ. This time you are going to receive some spiritual impartation from the spiritual realm. ആമേൻ. നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിശ്ചയമായിട്ട് 100% നിങ്ങളുടെ മേലെ ഒരു ഇംപാർട്ടേഷൻ ഈ സമയം നടക്കും. Amen. Whatever may be your situation, amen, your problems, but today you are going to receive some impartation in your life. കഴിഞ്ഞ നാളുകളിലുള്ള പ്രാർത്ഥനാ റൂമിൽ ഞങ്ങൾ എന്താണോ കേട്ടത് അതാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് കേൾക്കാനുള്ളതല്ല, അത് പകരപ്പെടുവാനുള്ളത്, അത് പ്രാപിക്കുവാനുള്ളതാ. അതുകൊണ്ട് പ്രാപിക്കാൻ റെഡിയായവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്താട്ടെ, ഒന്ന് ആമേൻ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ, അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നാട്ടെ. Amen. Last few daysல நாங்க amen எங்களுடைய ஜெப amen அறைக்குள்ள கேட்டதான amen ரிசீவ் பண்ணதான சில amen ப்ராமிஸ், சில prophetic amen வேர்டுகள், அது ஜஸ்ட் அது கேட்பதற்கானதல்ல, அது just பகிர்வுகள், just impartation உங்களுடைய மேல் வெளிப்பட வேண்டியதற்கானது. ஆதலால் ജപത്തോട് കൂടെ ഇന്ന നേരത്തിൽ അവരുടെ പ്രസന്നത്തിൽ ഇതുവരെയുള്ള നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും അത് ഈ ഇംപാർട്ടേഷന് തടസ്സമാകത്തില്ല. നമ്മൾ ചേഞ്ച് ആയാലും മാറാത്ത നല്ലൊരു പിതാവ് നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമാകിയാൽ നമ്മൾ ചേഞ്ച് ആയാലും യേശു കർത്താവിന് മാറ്റമില്ല. നിങ്ങളുടെ ഓരോ പ്രശ്നവും ഇംപാർട്ടേഷന് പകർച്ചയ്ക്ക് തടസ്സമായി നിൽക്കത്തില്ല. 2025 ഓപ്പൺ ആയോ പിതാവ് അത് നിങ്ങളുടെ മേൽ പകരപ്പെടുക തന്നെ ചെയ്യും. ஹல்லேலூயா. அன்பானவர்களே ஆமென். ஆல்ரெடி பிதாவானவர் இந்த ஆண்டுல நமக்காக சிலதை ப்ரிப்பேர் பண்ணி வைத்திருக்கிறார். நம்முடைய சிச்சுவேஷன்ஸ், நம்முடைய கேரக்டர்ல இருக்கிற நெகட்டிவ் ஆமென், நம்முடைய ப்ராப்ளம்ஸ், இது எதுவுமே அந்த ஆமென் ப்ராமிஸினுடைய ஃபுல்ஃபில்மென்ட்க்கு தடையாக இருப்பதில்லை. ஏனென்றால் our God is the same yesterday, today and forever. ஆதலால் இந்த இரவிலே சில இம்பார்ட்டேஷன், சில ப்ராமிஸினுடைய ஃபுல்ஃபில்மென்ட் அது நிச்சயமாக உங்களுடைய வாழ்க்கையில நிறைவேறும். ஆதலால் நீங்க ആയത്തமாக ഇരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സ്പിരിച്വലി പ്രിപ്പയർ ആക്കിയ പിതാവേ ആ വേർഡ് എന്റെ മേൽ വെളിപ്പെടണം, അതിന്റെ മേൽ മാനിഫെസ്റ്റ് ആണ്. ആ ആഗ്രഹത്തോടെ നിങ്ങൾ ഒന്ന് ഡിക്ലെയർ ചെയ്തേ, ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. அதனால் இந்த இரவில் ஒரு ஸ்பிரிச்சுவல் பிரிப்பரேஷனோடு கூட அந்த ப்ராமிஸ் வேர்ட் என் மேல் அதுபோல வெளிப்பட வேண்டும் என்றதான ஆமென் ஆசையோடு கூட இந்த நேரத்தில் நீங்க இருந்து விடுங்க. അത് പ്രാപിക്കാൻ എത്ര പേർ റെഡി ആയിരിക്കുന്നു? ഇന്ന് നമ്മൾ ഈ സമയം 2025ന്റെ റിലത്തെ ഇപ്പോൾ തുറക്കാൻ പോകുകയാണ്. ஆமென். அது எத்தனை பேர் ரிசீவ் பண்ண அவலாக
ரெடியாக இருக்கிறீங்க. இந்த நேரத்தில் நாம் அந்த 2025 ப்ராமிஸ் வேர்டை நம்ம டிக்ளேர் பண்ண போறோம், ரிலீஸ் பண்ண போகிறோம். ആമേൻ. അതിനെ റിലീസ് ചെയ്യാണ്. നിങ്ങൾ അത് കേൾക്കുമ്പോൾ, നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ അതിനെ പ്രാപിക്കാൻ റെഡി ആയിരുന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അത് ഞങ്ങൾ റിലീസ് பண்ண போகிறோம். நீங்கள் அதை ആമേൻ കാണുம்போதே, அதை கேட்கும்போது அதை ரிசீவ் பண்ணும்படியாக ஆயத்தமாக. അതുകൊണ്ട് അത് അന്യഭാഷകൾ സംസാരിച്ച് പ്രൈസ് ചെയ്തുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ റെഡി ആയിരുന്നാട്ടെ. ആമേൻ. അന്യഭാഷകളെ പേസിക്കൊണ്ട് പ്രൈസ് பண்ணிக்கொண்டு ആമേൻ അത് റിസീവ് பண்ண റെഡി ആയി. 2025 പിതാവാം ദൈവം നമുക്കൊരു ഹയർ റിലത്തെയാണ് തുറന്നു തന്നിരിക്കുന്നത് മക്കളെ. 2025 ഒരു ഗ്രേറ്റർ ഹയർ റിലം தான் പിതാവാനവൻ നമുക്ക് ഓപ്പൺ பண்ணி തന്നിരിക്കുന്നത്. എത്ര പേർ അതിലേക്ക് ആ ഹയർ റിലത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എത്ര പേർ കൊതിയോടെ ആയിരിക്കുന്നു. എത്ര പേർ அந்த ഹയർ റിലംல എൻടർ ആകണമെന്ന് சொல்லிட்டு ഒരു ഗ്രേറ്റ് എക്സ്പെക്ടേഷനിൽ இந்த நேரத்தில் இருக்கு. നിങ്ങൾ ഇപ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരുന്നാട്ടെ. Hallelujah. Hallelujah. Amen. Amen. 2025 എന്ന് പറയുന്നത് അത് amen, the realm of great expansion through amen inheritance. Hallelujah. Amen. Jesus. Hallelujah. Hallelujah. Amen. എത്ര പേർ അത് വിശ്വസിക്കുന്നു? 2025 എന്നുള്ളത് അത് amen, അതൊരു amen higher realm ആണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Amen. எத்தனை பேர் இந்த இரவில் விசுவாசிக்கிறீங்க? 2025 என்பது ஒரு higher realm. Amen. ஒரு higher realm தான் கர்த்தர் amen இந்த வாழ்க்கையிலே amen செய்திருக்கிறார் என்று சொல்லி. Hallelujah. Amen. இந்த இயர்ல எத்தனை பேர் இந்த ப்ராமிஸ் வேர்டை நம்புறீங்க? ஒரு great expansion. Amen. அது சில இன்ஹெரிட்டன்ஸ் நான் ரிசீவ் பண்ணுவதனால என்னுடைய வாழ்க்கையில manifest ஆகிற ஒரு இயர். Hallelujah. I am going to receive the great expansion through some inheritance. அது எத்தனை பேர் இந்த இரவிலே அதுபோல ரிசீவ் பண்ண வாஞ்சிக்கிறீங்க? Hallelujah. ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു 2025 the realm of great expansion through inheritance. Hallelujah. 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 Amen. അതെന്റെ ലൈഫിൽ അങ്ങനെ ഒരു great expansion through inheritance. Amen. അവകാശം പ്രാപിക്കുന്നതിലൂടെയുള്ള ഒരു വിശാലത എന്റെ മേൽ വെളിപ്പെടണമെന്ന് കൊതിയോടെ നിങ്ങൾ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. Amen. Hallelujah. அன்பானவர்களே, நான் சில சுதந்திரங்களை பெற்றுக்கொள்வது வழியாக என்னுடைய வாழ்க்கையிலே ஒரு திரளான விரிவடைகிற அனுபவம் எனக்கு வேண்டும் என்று சொல்லி வாஞ்சியோடு இந்த வாக்குத்தத்தத்தை ഞങ്ങൾ അതിനെ ഡിക്ലെയർ ഒരിക്കൽ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ ചില അവകാശത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അവകാശം പ്രാപിക്കുന്നതിലൂടെ ഒരു ഗ്രേറ്റ് എക്സ്പാൻഷൻ, ഒരു വലിയ വിശാലത നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. Amen. அன்பானவர்களே, once again அந்த ப்ராமிஸ் வேர்டை நாங்க டிக்ளேர் பண்ணுகிறோம். சில இன்ஹெரிட்டன்ஸ் நீங்க ரிசீவ் பண்ணுவது வழியாக சில கிரேட் எக்ஸ்பான்ஷன், ஆமென், ஒரு திரளான விரிவடைகிற அனுபவம் உங்களுடைய வாழ்க்கையில நீங்கள் அனுபவிக்க போகிறீங்க. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാത്ത, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഹെവൻലി ഇൻഹെറിറ്റൻസ്, ഡിവൈൻ ഇൻഹെറിറ്റൻസ്, ആമേൻ, ഗോഡ്ലി ഇൻഹെറിറ്റൻസ് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന ഒരു ആമേൻ റിലമാണ് 2025 പിതാവ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. இதுவரை உங்களுடைய லைஃப்ல manifest ஆகாததான சில டிவைன் இன்ஹெரிட்டன்ஸ் உங்களுடைய வாழ்க்கையிலே ஆமென் பிதாவானவர் இந்த இரவிலே திறந்து தந்திருக்கிறார். அதுதான் இந்த இரவிலே நீங்க உங்களுடைய லைஃப்ல பெற்றுக்கொள்ள போகிறீங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും വർഷത്തിൽ നമ്മുടെ മേൽ നമുക്ക് കൈമാറ്റപ്പെടാത്ത, ഇത്രയും വർഷം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഹെവിലി ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ 2025ലേക്ക് എൻ്റർ ആയിരിക്കുക. இவ்வளோ இயர்ஸ் ஆக நம்மளால ரிசீவ் பண்ண முடியாம, நம்மளால என்டர் பண்ண முடியாமல் இருந்ததான சில ஆமென் கிரேட் டிவைன் இன்ஹெரிட்டன்ஸ் அதுதான் இந்த இயர்ல நம்ம சுதந்திரத்து கொள்ள போகிறோம். ഹല്ലേലൂയ. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ പോകുകയെന്നല്ല. You are not going, you are already entered into the divine inheritance. ஆமென். நீங்க அதுல என்டர் ஆக போகிறீங்க அப்படின்ட்டு இல்ல. ஆல்ரெடி 2025 you are entered. நீங்க அதுல என்டர் ஆயிட்டீங்க. அந்த டிவைன் இன்ஹெரிட்டன்ஸ்க்குள்ள நீங்க என்டர் ஆயிட்டீங்க. 2025 എന്നുള്ള ആ റിലത്തെ ആമേൻ സ്വർഗം തുറന്നപ്പോൾ തന്നെ ദൈവമക്കളെ, ദൈവപുത്രന്മാരെ, നിങ്ങൾ ആ ഡിവൈൻ ഇൻഹെറിറ്റൻസിലേക്ക്, അതുവഴിയുള്ള ഗ്രേറ്റ് എക്സ്പാൻഷനിലേക്ക് നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞിരിക്കുന്നു. ஆமென். 2025 என்றதான அந்த ஆமென் அந்த realm ஆண்டவர் உங்களுக்கு முன்பதாக ஓபன் பண்ணும்போதே நீங்க ஆமென் டிவைன் இன்ஹெரிட்டன்ஸ் அது போலவே கிரேட் எக்ஸ்பான்ஷன்
எக்ஸ்பான்ஷனுக்குள்ள என்ட்ராய் விட்டீங்க ஆல்ரெடி. ഹല്ലേലൂയ. Amen. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എങ്ങനെയോ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുള്ള സ്പിരിച്വൽ ലൈഫ് എങ്ങനെയോ, നിങ്ങളുടെ പ്രയർ ലൈഫ് എങ്ങനെയോ, ഇത് ഒരു മാറ്റർ അല്ല. കാരണം പിതാവ് തന്റെ പുത്രന്മാർക്ക് വേണ്ടി, റിയലി ദൈവപുത്രന്മാർക്ക് വേണ്ടി, ആമേൻ, സൺസ് ഓഫ് ഗോഡിന് വേണ്ടി പിതാവ് തുറന്നിരിക്കുന്ന ഒരു ഗ്രേറ്റ് ഹയർ ഇലമാണിത്. ஹalleluya. அன்பானவர்களே, அமேன். இதுக்கு முன்பதான நாளுகள் உங்களுடைய சிச்சுவேஷன் எப்படியோ, உங்களுடைய ப்ராப்ளம்ஸ் எதுவாக இருந்தாலும் சரி, if you are a son of God, நம் sons of Godக்காக ஆண்டவர் நமக்காக திறந்து வைத்திருக்கிற ஆவிக்குரிய மண்டலம் தான் சில அமேன் இன்ஹெரிட்டன்ஸ், அதுபோல கிரேட் எக்ஸ்பான்ஷன் நம்முடைய லைஃப்ல என்று சொல்லி ஹalleluya. எத்தனை பேருக்கு 100% ஷூரிட்டி இருக்குது? Now I am entered into divine inheritance and great expansion in 2025. ഇപ്പോൾ എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്, ആ ഒരു ബോധ്യമുണ്ട്, ഞാൻ ഇപ്പോൾ ആ സ്വർഗീയമായിട്ടുള്ള അവകാശത്തിലേക്കും ആ വലിയ വിശാലതയിലേക്കും ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇത് வந்து நாங்களாவே வேர்ட் ஆஃப் காட்ல இருந்து சர்ச் பண்ணி எடுக்கிறதான ஒரு ப்ராஃபிட்டிக்கல் வேர்டோ ப்ராமிஸ் வேர்டோ அல்ல. ஆல்ரெடி ஹோலி ஸ்பிரிட் எங்களுடைய உள்ளத்தில், ஆமேன், ஈவன் விஷன்லயே அவருக்கு இல்லை, எப்படியாவது ஆவியானவர் எங்களோடு கூட பேசுகிற, ஆமேன், நம்மை குறித்ததான ஒரு ப்ராமிஸ் இல்ல, பாடி ஆஃப் கிரைஸ்ட குறித்ததான அவருடைய ஹார்ட் டிசையர் தான், ஆமேன், ஒரு ப்ராஃபிட்டிக்கல் வேர்டாக நம்ம இது ஆமேன் ரிலீஸ் ஆகிறது. ഈ വേർഡ് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതല്ല. ഞങ്ങളുടെ വിഷനകത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് തരുന്ന പിതാവിന്റെ ആ ഹൃദയമാണ്, ഹിതത്തെയാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്. Amen. That means it is not our vision or our desire. It is our heavenly Father's vision and His desire. ഇത് നമ്മുടെ ആഗ്രഹമോ നമ്മുടെ ദർശനമോ അല്ല, ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ആഗ്രഹവും വിഷനുമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. Hallelujah. ஏனென்றால் amen, இந்த இயர்ல என்டர் ஆகும்போதே சன்ஸ் ஆஃப் காட் நம்ம சில amen கிரேட் எக்ஸ்பான்ஷன் குள்ள என்டராக வேண்டும் என்பது ஃாதர் காட்னுடைய பிளான். ഈ 2025 എന്നുള്ള റിലം തുറക്കുമ്പോൾ തന്നെ ദൈവപുത്രന്മാർ ആ എക്സ്പാൻഷനിലേക്കും ഇൻഹെറിറ്റൻസിലേക്കും പ്രവേശിക്കണമെന്ന് പിതാവിന്റെ ആഗ്രഹമാണ്. அந்த டிவைன் எக்ஸ்பான்ஷன் எவ்விதமாக நம்முடைய லைஃப்ல manifest ஆகும்னு சொன்னா சில இன்ஹெரிட்டன்ஸ் நம்ம ரிசீவ் பண்ணும்போது ആ ഡിവൈൻ ഗ്രേറ്റ് എക്സ്പാൻഷൻ നമ്മുടെ ലൈഫിൽ എങ്ങനെ വെളിപ്പെടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചില അവകാശത്തെ പ്രാപിക്കുമ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. அதுதான் ஐசாயா 54 அதனுடைய third word இவ்விதமாக சொல்கிறது. അതാണ് യെശയ്യാ 54 അതിന്റെ മൂന്നാമത്തെ വാക്യം പറയുന്നത്. ആമേൻ, ജീസസ്, ഹല്ലേലൂയ. ആമേൻ, വേർഡ് ഇவ்விதமாக சொல்கிறது. ആമേൻ. ആ വേർഡ് യെശയ്യാ 54:3 നിങ്ങളൊന്ന് നോക്കിയേ. ആ വേർഡ് പറയും, for you shall expand to the right and the left and your seed or children shall inherit the nations. ஆமென், ஹalleluya. பாருங்க, அந்த இடத்துல ஐசாயா 54 அதனுடைய 3வது வசனம் என்ன சொல்கிறது? நீ வலப்புறமும் இடப்புறமும் ஆமென் இடம் கொண்டு பெருகுவாய், உன்னுடைய சந்ததி ஆமென் புறஜாதிகளுடைய தேசங்களை சுதந்தரித்துக் கொள்வார்கள். Isaiah 54:3 says, for you shall expand to the right and the left and your seed shall inherit the nations. ஹalleluya. பாருங்க, வசனம் என்ன சொல்கிறது? ஐசாயா 54 அந்த 3rd சொல்கிறது, நீ வலதுபுறத்திலும் இடப்புறத்திலும் இடங்கொண்டு பெருகுவாய், உன் சந்ததியார் ஜாதிகளை சுதந்தரித்துக் கொள்வார்கள். ഹല്ലേലൂയ. മക്കളെ, ഇന്നലത്തെ ഞങ്ങളുടെ വർഷിപ്പിനകത്ത്, നൈറ്റ് വർഷിപ്പിനകത്ത് ആമേൻ, ഒരു 11:40 ആയപ്പോൾ ഇറങ്ങിയ ആ ഗ്ലോറി റിലം, അസാധാരണമായ ഗോഡ്സ് പ്രസൻസ്, അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യത്തെയാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. യെസ്റ്റർഡേ ആമേൻ നമ്മുടെ ന്യൂ ഇയർ വർഷിപ്പുക്ക് ഒരു 11:40 ആനപ്പോൾ മുതലേ ആമേൻ ഒരു സാധാരണ ഒരു ഗ്ലോറി ரெலம், அது ஆமென், அது பயங்கரமான ஆவிக்குரிய அனுபவமாக இருந்தது. அது எக்ஸ்பிளைன் பண்ண முடியாததாக இருந்தது. ആമേൻ. പിതാവാം ദൈവം, നമ്മുടെ ഫാദർ ഗോഡ് ഭയങ്കരമായി ആ ഗ്ലോറിക്കകത്താണ് നമ്മളെ ആ റിലത്തിലേക്ക് ഇന്നലെ എൻട്രി ചെയ്യിപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ഫാദർ ഗോഡ് அப்படி ഒരു ഗ്ലോറിയില தான் நம்ம അടുത്ത ഒരു ന്യൂ ഇയർക്ക് എൻ്റർ பண்ண வைத்திருக்கிறார். ഫിസിക്കൽ മീറ്റിംഗിനകത്ത് അറ്റൻഡ് ചെയ്തവർ ഇതിനകത്തുണ്ട്, അവർക്കറിയാം അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ஆமென். നമ്മുടെ ലൈവ് മീറ്റിംഗിൽ അറ്റൻഡ് பண்ணவங்க இதுக்குள்ள இருக்கிறீங்க. ஆமென், உங்களுக்கு தெரியும் நம்ம அந்த பிரசன்ஸ்ல தான் ஒரு நெக்ஸ்ட் இயர்ல நம்ம என்டர் ஆயிருக்கிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ആമേൻ, ഇത് ആമേൻ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി നമ്മുടെ മേൽ ചലിക്കുന്ന ഒരു ഇയറായി മാറാൻ പോകുകയാണ്. ആമേൻ. இந்த இயர் ஹோலி ஸ்பிரிட் நம்ம மேல் அசாதாரணமாக
மூவ் பண்ணுகிற ஒரு இயராக மாறுகிறது. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഭയങ്കരമായിട്ടുള്ള ഹോളി സ്പിരിറ്റിന്റെ നിറവിനെ അനുഭവിക്കുന്ന ഒരു റിലത്തിലേക്കാണ് 2025 നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. ആമേൻ. ഹോളി സ്പിരിറ്റിന്റെ ഇൻഫില്ലിംഗ് അസാധാരണமாக അനുഭവിക്കുന്ന நிறைவை நாம் அசாதாரணமாக அனுபவிக்கிற ஒரு இயர்ல தான் இந்த 2025ல ஆமென் நம்ம என்டர் ஆயிருக்கோம். Hallelujah. Isaiah 54:3 னத்து പറയുന്നത് you shall expand to the right and left and your seed shall inherit the nations. ஆமென். பாருங்க, ஆமென். அந்த இடத்துல ஐசையா 54:3ல சொல்கிற வார்த்தை என்ன? நீ வலது புறத்திலும் இடதுபுறத்திலும் இடங்கொண்டு பெருகுவாய், உன் சந்ததியார் ஜாதிகளை சுதந்தரித்துக் கொண்ட പാഴായി കിടന്ന പട്ടണങ്ങളെ കുടിയേറ്റുവാர்கள். യശയ്യ ആക്ച്വലി ഇസ്രായേലിനെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ്. ആമേൻ. ഹല്ലേലൂയ. ആക്ച്വലി ഇത് ഐസായ ഇസ്രായേലിനെ பார்த்து சொல்கிறதான ഒരു പ്രൊഫറ്റിക്കൽ വോയിസ്. ഈ പ്രൊഫറ്റിക്കൽ വേർഡ് യശയ്യ പ്രവചിക്കുമ്പോൾ ഇസ്രായേൽ ആക്ച്വലി അടിമത്തത്തിനകത്താണ്, അവർ ദാസ്യത്വത്തിൽ അടിമത്തത്തിൽ കിടക്കുന്ന സമയത്താണ് യശയ്യ അത് പ്രവചിക്കുന്നത്. ആമേൻ. ഐസായ இந்த പ്രൊഫറ്റിക്കൽ വേർഡ് പ്രൊഫസൈ பண்ணும்போது ആക്ച്വലി ഇസ്രായേൽ அந்த டைம்ல ഒരു ക്യാപ്റ്റിവിറ്റിയിൽ இருக்கிறதான ഒരു ടൈം. ആമേൻ. അവിടെ യശയ്യ വിളിക്കുന്നത്, ആദ്യമേ അവരെ വിളിക്കുന്നത് പ്രസവിക്കാത്ത മച്ചി എന്നാണ് വിളിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. அந்த இடத்திலே ஐசாயா முதலாவதாக அவரை அழைக்கிற வேர்ட் என்னன்னு கேட்டா ஆமென், பிள்ளை பெறாத மலடியே என்று சொல்லி ആദ്യമേ വിളിക്കുന്നതാണ് പ്രസവിക്കാത്ത മച്ചി എന്ന് വിളിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഐസായ ഫസ്റ്റ്ലി ആമേൻ അഡ്രസ്സിംഗ് ഇസ്രായേലൈറ്റ് ആസ് എ barren woman. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടുത്തത് വിളിക്കുന്നത് ഒറ്റപ്പെട്ട ഏകാകിനിയുടെ, ആമേൻ, ഏകാകിനി എന്നാണ് അടുത്തത് വിളിക്കുന്നത്. ഒറ്റപ്പെട്ടവളെ എന്നാണ് വിളിക്കുന്നത്. ആമേൻ. റിജക്റ്റഡായവൾ. അടുത്തதாக തനിമൈപ്പെട്ടവളെ എന്ന് சொல்லி ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മലടിയെ ആമേൻ. അതുപോലவே ആമേൻ മലയാളം ട്രാൻസ്ലേഷനിൽ பார்க்கும்போது அது தனிமை அநாத ஸ்திரீயா இருக்கிறவளே என்று சொல்லி ആമേൻ சொல்கிறது. ഓക്കേ, ആദ്യം വിളിക്കുന്നത് പ്രസവിക്കാത്ത മച്ചി എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല, ഒരു ബ്ലെസ്സിങ് അവളിൽ നിന്ന് ഉണ്ടാകുന്നില്ല, അവളിൽ നിന്ന് അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാകുന്നില്ല, ഫ്രൂട്ട്ഫുൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അവൾ ആയിരിക്കുന്നത്. பாருங்க, அந்த இடத்துல நம்ம பார்ப்போம் என்று சொன்னால் அவள் ஒரு கனி இல்லாததான ஒரு சூழ்நிலையில தான் ஆமென் ஹல்லேலூயா அந்த இடத்துல இருக்கிறது. ഹല്ലേലൂയ. അവളിൽ നിന്ന് ഒരു നന്മ പുറപ്പെടാൻ, നന്മ വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ആയിരിക്കുന്നത്. அப்ப பாருங்க, ஒரு நன்மை, ஒரு blessing ரிலீஸ் பண்ண முடியாததான ஒரு சிச்சுவேஷன்ல தான் அப்பொழுது இஸ்ரேலைட் இருக்குது. ആമേൻ. ഇതുപോലെ നമ്മളിൽ നിന്ന് ഒരു നന്മ പുറപ്പെടാത്ത, ഒരു ബ്ലെസ്സിംഗ് വരാത്ത സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകൾ ഈ സമയത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലവേ ഒരു ബ്ലെസ്സിംഗ് ആമേൻ, ഒരു നല്ല കാര്യം നമ്മളിൽ നിന്ന് പുറപ്പെടാത്ത സൂழ்நிலைയിൽ தான் നമ്മൾ അനേകം നബറുകൾ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തകരപ്പെട്ട, മടുത്ത് നിൽക്കുന്ന, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ സമയം നമ്മളെ കേൾക്കുന്നുണ്ട്. ഇതുപോലെ പ്രോബ്ലംസ് ആമേൻ, ഇഷ്യൂസ് ആമേൻ, സിറ്റുവേഷൻസ് നെഗറ്റീവാ இருக்கிற സിറ്റുവേഷനിൽ இருக்கிற അനേക നബറുകൾ എங்களை കേൾக்கிறீங்க. എന്നാൽ നമ്മുടെ ലൈഫിനകത്ത് നോക്കിയ ചില മേഖലയിൽ നമ്മൾ പ്രോബ്ലം ഇല്ലായിരിക്കും, പക്ഷെ ചില മേഖലകളിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്ഫുൾ ആകാത്ത ചില ഏരിയകൾ നമ്മുടെ ലൈഫിനകത്തുണ്ട്. Amen. Hallelujah. In some of our area we may say that we are okay, but in other some areas still our situation is like a barren woman. ചില ഏരിയകൾ പ്രോബ്ലം ഇല്ല, പക്ഷെ മറ്റു ചില ഏരിയകൾ നോക്കിയാൽ അവിടെ ചില കേർഡ്സുകൾ, അവിടെ ചില ബോണ്ടേജുകൾ, അവിടെ ചില പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. Amen. Some area we may say that we are better, but in some area still we are suffering with some problems, some kind of barrenness in our life. Hallelujah. Amen. അടുത്ത നമ്മളെ വിളിക്കുന്നത് ഏകാകിനിയുടെ മക്കൾ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. ഇതുപോലെ നമ്മുടെ ലൈഫിനകത്തും ഫിസിക്കലി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾ നമ്മളെ കേൾക്കുന്നുണ്ട്. Next Isaiah is calling desolate. Amen. Desolate. Hallelujah. அப்படி சொன்னா ஒரு ஹஸ்பண்ட்னால ரிஜெக்டட் ஆன, ஹஸ்பண்ட் இல்லாத സിറ്റുവേഷനിൽ இருக்கிறதான ഒരു woman എന്ന് சொல்லி. നോക്കി, ഇതുപോലെ ചില മേഖലകൾ നമ്മൾ റിജക്റ്റഡ് ആയി ഒറ്റപ്പെട്ട, ചില മേഖലകളിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇതുപോലவே നമ്മുടെ പേഴ്സണൽ ലൈഫിലും സം ഏരിയാസിൽ നമ്മൾ റിജക്റ്റഡ് ആക, സം ഏരിയാസിൽ ഒരു ലോൺലിനെസ്ல இருக்கிற പേഴ്സൺസ് ആക നമ്മുടെ ലൈഫ് എടുக்கலாம். ഹല്ലേലൂയ. നോക്കി, ആമേൻ. അത് ഹസ്ബൻഡിനാൽ മാത്രമല്ല, ചിലപ്പോൾ പേരൻസിനാൽ, മറ്റു മേഖലകളാൽ, കൊളീഗ്സിനാൽ, മറ്റ് സ്പിരിച്വൽ മേഖലകളുള്ള പല മേഖലകളും ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കാം നമ്മളായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അത് ഹസ്ബൻഡിനാൽ மட்டுமல்ல, സംടൈംസ്ல പേരൻസിനെയാ இருக்கலாம், ആമേൻ, നമ്മുടെ ജോബ് அந்த இடத்துலயா இருக்கலாம், ചിലപ്പോൾ കൊളീഗ്സ്, அப்படி പല എല്ലയിലെ ഒരു
ரிஜெக்டட் இல்லாவிட்டால் ஒரு லான்லினஸ்ல இருக்கிற ஒரு பர்சனாக நம்ம இருக்கலாம். യെശയ്യ ഈ പ്രൊഫറ്റിക്കൽ വേർഡിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്ന് ഇവർ അടിമത്തത്തിനകത്താണ് ആയിരിക്കുന്നത്. Amen. While Isaiah is prophesying, that time Israel is in the captivity. Amen. ഈ പ്രൊഫസി അവരുടെ മേൽ നിറവേറാൻ ഒരു സാധ്യതയുമില്ലാത്ത സമയമാണ്. Amen. Hallelujah. No chance of fulfillment of this prophecy. Amen. അടുത്ത യേശയ്യ അവരെ നോക്കി വിളിക്കുന്ന പ്രസവിക്കാത്ത മച്ചി എന്ന് വെച്ചാൽ ഫ്രൂട്ട്ഫുൾ ഇല്ലാത്ത ഒരു സമയത്താണ് യേശയ്യ ഇത് പ്രവചിക്കുന്നത്. Amen. Next Isaiah is calling a barren. That means no fruitfulness in Israelites life. അപ്പോൾ നോക്കിയേ, ഈ പ്രൊഫസി വെളിപ്പെടുന്ന സമയത്ത് അത് പ്രാപിക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് ഈ പ്രൊഫറ്റിക്കൽ വേർഡ് ഡിക്ലെയർ ആകുന്നത്. பாருங்க, எந்த சான்ஸுமே இல்லாத இருக்கிறதான சிச்சுவேஷன்ல தான் ஐசாயா இந்த prophetic word இஸ்ரவேல் மேல ரிலீஸ் பண்ணுவது. ഇത് വേർഡ് ഓഫ് ഗോഡിനകത്തുള്ള ഏത് പ്രവചനങ്ങൾ നമ്മൾ നോക്കിയാലും ദൈവമക്കളെ, ആ പ്രവചനം റിലീസ് ആകുന്ന സമയത്ത് അത് നടക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടായിരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. பாருங்க, நம்ம வேர்ட் ஆஃப் காட் செக் பண்ணி பார்த்தோம் என்று சொன்னால் எந்த prophetic voice நம்ம வரும்போது நோ சிச்சுவேஷன், ஆமென், நோ சான்ஸ், அப்படி இருக்கிற டெட் எண்ட்ல தான் மிக்க prophetic words and word of God വരുന്നത്. ആമേൻ. നമ്മുടെ യേശു കർത്താവിന്റെ ബർത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സൂപ്പർ നാച്ചുറൽ ബർത്ത് ആണ്, ഒരു മിറാക്കിൾ ബർത്ത് ആണ്. കാരണം ഒരു വേർഷൻ മൂവ്മെന്റ് അടുത്ത് വന്നിട്ടാണ് ഏഞ്ചൽ പറയുന്നത്, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. Our Jesus Christ birth, amen, amen, that birth is also supernatural birth. ஏன் சொன்னா, amen, virgin lady கிட்ட தான் வந்து சொல்கிறது, amen, உனக்கு, amen, நீ கன்னிகை கர்ப்பவதியாக நீ ஒரு பிள்ளையை பெற போகிறாய் சொல்லி. ആമേൻ. ആ പ്രവചനം നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് വെച്ചാൽ ഒരു കന്യക പോലും ഗർഭം ധരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ബർത്ത് ആണ് ക്രൈസ്റ്റിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. பாருங்க, அந்த prophetical word அந்த இடத்துல fulfill ஆக no chance. ஏன்னா இதுவரைக்கும் ஒரு virgin ஆன person, amen, அவள் இதுவரைக்கும் ഗർഭവതി ആകി അവൾ കൺസീവ് ആകി വായ്പേ ഇല്ല. ഇതുപോലെ നമ്മുടെ പിതാവിൽ നിന്ന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ അത് നടക്കാൻ നമ്മുടെ ലൈഫിൽ ഒരു സാധ്യതയുമില്ലായിരിക്കും. സാധ്യതയില്ലെന്ന് മാത്രമല്ല, സാധ്യതകൾ മുഴുവൻ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള സാധ്യതകളായിരിക്കും ഈ പ്രവചന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയം. ആമേൻ. ഇതുപോലെ ഫാദർ ഗോഡ് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നമ്മുടെ ലൈഫിലേയും വെക്കുമ്പോൾ, ആമേൻ, அந்த പ്രൊഫറ്റിക്കൽ വേർഡ് കേൾக்கிற ரிசீவ் பண்ணுகிற നമ്മുടെ ലൈഫിൽ നോ ചാൻസ്. ആമേൻ. அப்படி மட்டுமல்ல, சில சமயத்துல ஆப்போசிட் ஆன ஒரு சிச்சுவேஷன்ல தான் நம்ம இருப்போம். அந்த டைம்ல தான் ஒரு പ്രൊഫറ്റിക്കൽ വേർഡ് നമ്മുടെ ലൈഫിൽ. 2025ന്റെ റിലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ദൈവമക്കളെ? ഒരു സാധ്യതയും ഇല്ലാത്ത പ്രവചനങ്ങൾ പോലും നിങ്ങളുടെ മേൽ നിറവേറാൻ പോകുകയാണ്. ആമേൻ. 2025னுடைய സ്പെഷ്യാലിറ്റി என்னன்னு കേട്ടാ, we are saying no chance, amen, but அப்படி இருந்தால் கூட you are going to, amen, see the fulfillment of each and every prophetical word promise. നെഗറ്റീവ് സാഹചര്യത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും 2025ൽ നിങ്ങൾ കേട്ടിരിക്കുന്ന പ്രവചനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുകയാണ്. Even though you are standing in a negative situation, whatever the prophetical words you are going to hear in 2024, that's going to fulfill completely in your life. Oh, amen. ഈ റിലത്തിന്റെ പ്രത്യേകത ഇതാണ്. അത് പ്രാപിക്കാനോ അതിലേക്ക് പ്രവേശിക്കാനോ എന്റെ ലൈഫിലേക്ക് നോക്കിയാൽ ഒരു യോഗ്യത കാണത്തില്ല, ഒരു സാധ്യത കാണത്തില്ല, സകലതും നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ആമേൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സകല പ്രവചനങ്ങളും ഈ 2025ൽ അത് നമ്മുടെ മേൽ അത് നിറവേറാൻ തുടങ്ങും, അത് വെളിപ്പെടുവാൻ തുടങ്ങും. இந்த prophetical realத்தினுடைய situation, இந்த especially ஸ்பெஷாலிட்டி என்னன்னு கேட்டா, இந்த இடத்துல உங்களுக்கு எந்த பாசிட்டிவான சான்ஸோ எந்த ஆப்பர்ச்சுனிட்டிஸ் எதுவுமே இல்லாம இருக்கலாம். ஆனால் இந்த realத்தினுடைய ஸ்பெஷாலிட்டி, எந்த சான்ஸும் இல்லை என்று நீங்க சொன்னாலும் each and every promise word, prophetical voice you are going to hear is going to completely fulfill in your life in this year. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? 2025 അത് ദൈവപുത്രന്മാരുടെ സീസൺ ആണ്, ദൈവപുത്രന്മാരുടെ ടൈമാണ്. നിങ്ങളുടെ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം വെളിപ്പെടുന്ന, നിങ്ങളുടെ ടൈം വെളിപ്പെടുന്ന ഒരു സീസൺ ആണ് 2025 എന്ന് പറയുന്നത്. How many of you believe that 2025 is the season of sons of God? Hallelujah. God's appointed season of children of God. This year, the 2025. Hallelujah. ഇന്നലെ നൈറ്റ് ഞാനൊരു വിഷൻ കാണുകയാണ്. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാനൊരു വിഷൻ കാണുന്നു. ഞാൻ കാണുന്നു ഒരു ആളുടെ കയ്യിൽ ഒരു വാച്ച്, ആമേൻ, ഇങ്ങനെ കെട്ടുന്നു, വാച്ച് ഇട്ട് കൊടുക്കുന്ന ഒരു വിഷൻ ഞാൻ കണ്ടു. Amen. Hallelujah.
Hallelujah. When I was praying for a person yesterday, I saw one vision that one watch is, amen, hallelujah, amen, ഒരു വാച്ച് നമ്മുടെ കയ്യിലെ കെട്ടുകിற ഒരു വിഷൻ ഞാൻ പാത്തേ. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിഷൻ കാണുന്നത്. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു വാച്ച് ഇട്ട് കൊടുക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. அந்த ഒരു വിഷൻ, ആമേൻ, ഹെവനിൽ ഇരുന്ന ഒരു വാച്ച് ഒരു പേഴ്സണുடைய കൈകളിൽ കെട്ടുകിറതാണ് ഒരു വിഷൻ. ഞാൻ ആ വിഷൻ കണ്ടപ്പോൾ ഞാൻ ആ വാച്ചിലേക്ക് വീണ്ടും ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആമേൻ. அந்த வாட்ச் பாக்கும்போது அது மறுபடியும் அந்த வாட்சை நான் கேர்ஃபுல்லாக பார்த்தேன். എന്നാൽ നമുക്കറിയാം, നമുക്ക് വാച്ചിലെല്ലാം ആ കമ്പനിയുടെ നെയിം ഉണ്ട്. ഇതിനകത്ത് ഒരു നെയിം എഴുതിയിട്ടുണ്ട്. ഈ വാച്ചിനകത്ത് ഒരു നെയിം എഴുതിയിട്ടുണ്ട്. ആ നെയിം എഴുതിയിരിക്കുന്ന കെയറോസ് എന്നുള്ള പേരാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. அந்த வாட்சை நான் கேர்ஃபுல்லாக பார்க்கும்போது, ஆமேன், ஒவ்வொரு வாட்ச்லயும் அதனுடைய கம்பெனி நேம் இருக்கும். இந்த வாட்சை நான் பார்க்கும்போது அந்த வாட்சினுடைய கம்பெனி நேம் കൈറോസ് എന്നതാണ് വേർഡ്. ഹല്ലേലൂയ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വാച്ചാണ് ഞാൻ കണ്ടത്. വളരെ മനോഹരമായിട്ടുള്ളത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന നെയിം കൈറോസ് എന്ന നെയിം എഴുതിയിരിക്കുന്നത്. ആമേൻ. அந்த வாட்ச் நல்ல பார்க்க பியூட்டிஃபுல்லான ஒரு வாட்ச். ஆனால் அதனில் கம்பெனி நேம் போட்டிருக்கிறது കൈറോസ്. ഹല്ലേലൂയ. കൈറോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം എന്നാണ്. ആമേൻ. In Greek the word kairos means God's appointed time. ആമേൻ. ഇന്ന് ഞാൻ ആ ദർശനത്തെ നിങ്ങളുടെ മേലേക്ക് കൈമാറുക, നിങ്ങൾക്കതിനെ പകർന്നു തരിക. ആമേൻ. 2025 അത് നിങ്ങളുടെ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം ആയിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു വെച്ചിരിക്കുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആമേൻ ടൈമാണ് 2025 എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. இன்னைக்கு அந்த விஷன் உங்களுக்காக நாங்க ரிலீஸ் பண்ணுகிறோம். ஆமென். ஒரு ஹெவன்லி வாட்ச் உங்களுடைய கரத்திலே. ஆமென், ஹல்லேலூயா. அதுக்கு என்ன அர்த்தம் அப்படினு கேட்டால் 2025 is the God's appointed time in your life. Hallelujah. Amen. Amen. അതിൽ ആ വിഷന്റെ മീനിങ് ഞാൻ ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യുക. 2025 പിശാചിന്റെ ഒരു സമയവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകത്തില്ല. ഡിമോണിക് ടൈം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകത്തില്ല. അവന്റെ ടൈമിൽ ഒന്നും നടക്കത്തില്ല. ഒരു ഹ്യൂമൻ ടൈമും ആക്റ്റീവ് ആകത്തില്ല. മറിച്ച് ആമേൻ, ഫാദർ ഗോഡിന്റെ ടൈം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങും. Once again we are releasing that vision. Hallelujah. No demonic time will activate in your time. No demonic realm will activate in your life, but God's appointed time. Amen. The kairos will activate it in your life. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നോക്കി പ്രൊഫറ്റിക്കലി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക 2025 അത് നിങ്ങളുടെ ആമേൻ ദൈവികമായ സമയത്തിന്റെ ആമേൻ സീസൺ ആണ് 2025 എന്ന് പറയുന്നത്. அப்படினால் உங்களை பார்த்து நாங்க டிக்ளேர் பண்ணுகிறோம் God's amen divine time னுடைய சீசன் தான் 2025 ன்னு சொல்றோம். ഹല്ലേലൂയ. ആമേൻ. ദൈവികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ആമേൻ ടൈമാണ് 2025. ആമേൻ. God's divine plans உங்களுடைய லைஃப்ல ഫുൾഫിൽമെന്റ് ആകறதான ഒരു ഇയർ தான் 2025. ഇപ്പോൾ നിങ്ങൾ ആരംഭത്തിൽ നോക്കിയാൽ ഒരു സാധ്യതകളും അതിനെ കാണത്തില്ല. ബിഗിനിംഗിൽ பார்த்தா ആമേൻ நீங்க சொல்வீங்க no chance. hallelujah அப்படி நீங்க சொல்வீங்க. ഒരു സാധ്യതകളും കാണത്തില്ല. No chance in your life. ഒരു ഡിസേർട്ട് പോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. ആമേൻ. ആമേൻ. sometimes ആമേൻ your life may seem as a desert. ഒരു മരുഭൂമി പോലത്തെ അവസ്ഥയുമായിരിക്കും. വനാന്തരം പോലുള്ള ഒരു വാഴ്ചയാക ഇരിക്കണം. എന്നാൽ ഇതിനകത്ത് ചില സീഡുകൾ പൊട്ടി മുളച്ച് ആമേൻ അത് വളരുന്ന ഒരു ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. In this desert, in the wilderness, some seeds are going to, amen, hallelujah, amen, to grow in this 2025 year. Hallelujah. എത്ര പേർ വിശ്വസിക്കുന്നു അവരെ നോക്കി ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിങ്ങൾ ആമേൻ സ്പ്രെഡ് ആകാൻ പോകുക, നിങ്ങൾ പരക്കുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിக்கிறீங்க? ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് நீங்க எக்ஸ்பேண்ட் பண்ண போகிறீங்க இந்த 2025ல. Hallelujah. Hallelujah. And you shall expand to the right and the left. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും അസാധാരണമായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവികമായിട്ടുള്ള സൂപ്പർ നാച്ചുറലി നിങ്ങൾ രണ്ട് സൈഡിലേക്ക് സ്പ്രെഡ് ആകാൻ പോകുക. ஆமென், ஹalleluya. அன்பானவர்களே, ஆமென். நீங்க எக்ஸ்பேண்ட் பண்ண போகிறீங்க தெய்வீகமான விதத்தில் இரு புறத்துக்கும் two sidesல நீங்க லெஃப்ட் சைடு ரைட் சைடு நீங்க அதிகமாக எக்ஸ்பேண்ட் பண்ண போகிறீங்க. 2025 ദൈവമക്കളെ ഭയങ്കര എക്സ്പീരിയൻസിന്റെ ഒരു ഇയർ ആണ് 2025. ആമേൻ. ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസിന്റെ ഇയർ ദാൻ 2025 എന്ന് சொல்றது. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ 2025ന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റിമണികൾ പറയാൻ കാണും. ആമേൻ. 2025ന്റെ എൻഡിൽ நீங்க வரும்போது
போது உங்களுக்கு ஏராளமான ടെസ്റ്റിമണീസ് இருக்கு. 2025 പലരും ഇതിനകത്തുള്ളവരും ഇല്ലാത്ത പല ആളുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ അനുഭവ സാക്ഷ്യങ്ങളായിട്ടുള്ള ബുക്സുകൾ എഴുതുവാൻ തുടങ്ങും. ആമേൻ. 2025 എൻഡിൽ വരുമ്പോൾ അനേക നബറുകൾ ഉങ്ങളുടെ എക്സ്പീരിയൻസ് ബുക്സ് ആകെ എഴുതുവീങ്ക. കാരണം ഈ വർഷത്തിനകത്ത് ഹെവൻലി എക്സ്പീരിയൻസ്, ഹെവൻലി എൻകൗണ്ടറുകൾ ദൈവപുത്രന്മാർക്ക് അധികമായി നടക്കുന്ന ഒരു ഇയർ ആണ് 2025. ഹെവൻലി എക്സ്പീരിയൻസ്, ആമേൻ, ഹെവൻലി എൻകൗണ്ടേഴ്സ് അധികமாக സൺസ് ഓഫ് ഗോഡിനുடைய ലൈഫിൽ വെളിപ്പെടുகிற ഒരു ഇയർ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു അത് എന്റെ മേൽ സംഭവിക്കും, ഈ വർഷത്തിൽ അത് എന്റെ മേൽ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. How many of you believe that this year it will happen in my life? ഇത്രയും വർഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും 2025 നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആ ലെവലിലുള്ള എക്സ്പീരിയൻസുകൾ നടക്കാൻ പോകുകയാണ്. പാസ്റ്റ് ഇയേഴ്സിലെ உங்களுக்கு அந்த എക്സ്പീരിയൻസ് ഇല്ലാமல் இருந்தால் போதும் 2025ലെ உங்களுக்கு அப்படிப்பட்டதான എക്സ്പീരിയൻസ് உங்களுடைய லைஃப்ல வர போகிறது. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നടക്കുന്ന ഒരു റിലം 2025 നിങ്ങളുടെ മേൽ തുറക്കപ്പെടും. அப்படிയുള്ള എക്സ്പീരിയൻസ് നടക്കുന്നதான ഒരു റിലം இந்த 2025ലെ உங்களுடைய லைஃப்ல வெளிப்பட പോകും. ആമേൻ. 2 Corinthians chapter 12:2 നകത്ത് പൗലോസ് പറയുക, ആമേൻ, എനിക്ക് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരത്തോളം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു, ആമേൻ, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസ് 2 Corinthians chapter 12:2-3 അകത്ത് പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. Amen. 2 Corinthians 12:2-3 Paul says, I knew a man in Christ above 14 years ago, whether in the body I cannot tell, or whether out of the body I cannot tell, God knoweth, such an one caught up to the third heaven. And I knew such a man, whether in the body or not out of the body I cannot tell, God knoweth. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പൗലോസ് പറയും, ഒരു വ്യക്തി എനിക്കറിയാം, ആ വ്യക്തി സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. இந்த இடத்துல பவுல் சொல்கிற விஷயம் என்ன? I knew a man, hallelujah, amen, அந்த person எப்படி இருக்குது, amen, and as caught up to the third heaven அப்படி சொல்லிட்டு. ഇതുപോലെ നിങ്ങളുടെ പല സമയത്തും നിങ്ങളുടെ ഉറക്കത്തിന്റെ സമയമായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയമായിരിക്കാം, പല തരത്തിലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാകുവാൻ തുടങ്ങും. ഇതുപോലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് അത് ഉങ്ങളുടെ പ്രയർ ടൈമിലെയാ இருக்கலாம், உங்களுடைய உங்களுடைய ஸ்லீப்பிங்லயா இருக்கலாம், இதுபோல டிவைன் எக்ஸ்பீரியன்ஸ் அதிகமாக இந்த இயர்ல நீங்க ரிசீவ் பண்ணலாம். ഹല്ലേലൂയ. ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ ഡ്രീംസുകൾ തുറക്കപ്പെടുന്നത് 2025 അങ്ങനെ ഒരു റിലം ഭയങ്കരമായി തുറക്കപ്പെടും. அதிகமாக ஸ்பிரிச்சுவல் ட்ரீம்ஸ், பயங்கரமான ஸ்பிரிச்சுவல் ட்ரீம்ஸினுடைய റിലം அதிகமாக തുറക്കപ്പെടും. ഇത് എന്നോടാ സംസാരിക്കുന്നത്, എന്റെ മേൽ ഇത് വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? എത്ര പേർക്ക് ഇതിനെ സ്വീകരിക്കാൻ കഴിയുന്നു? ആമേൻ. ഹല്ലേലൂയ. This prophetical word is for me. Amen. How many of you can receive? ഹല്ലേലൂയ. ആമേൻ. ഞാൻ വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു, സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ, ഡിവൈൻ എക്സ്പീരിയൻസുകൾ, ഹെവൻലി എക്സ്പീരിയൻസുകൾ, അതുപോലെ സ്പിരിച്വൽ ഡ്രീംസുകൾ ഈ വർഷത്തിൽ 2025 അസാധാരണമായി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. ആമേൻ. അന്മാനവങ്ങളെ എത്ര പേർ വിശ്വസിக்கிறீங்க? സ്പിരിച്വൽ ഡ്രീംസ്, സ്പിരിച്വൽ ആമേൻ എൻകൗണ്ടർ, സ്പിരിച്വൽ വിസിറ്റേഷൻസ് ഇത് അധികமாக 2025ல ഉങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആമേൻ നിങ്ങളുടെ മേലേക്ക് അധികമായി വെളിപ്പെടുന്ന ഒരു ഇയർ ആണ് 2025. டைரக்ட் ஹெவன்லி கம்யூனிகேஷன்ஸ் அதிகமாக உங்கள் மேல manifest ஆகிற ஒரு இயர் தான் 2025. ആമേൻ. നിങ്ങൾ ഗോഡ്സ് വോയിസിനകത്ത് മൂവ് ആകുന്ന ഒരു റിലം 2025 നിങ്ങളുടെ മേൽ തുറക്കപ്പെടുവാൻ തുടങ്ങും. Amen. 2025 the realm of moving according to the God's voice, that realm is opening. ഹല്ലേലൂയ. ആമേൻ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അനോയിന്റിംഗ്, നിങ്ങളുടെ സ്പിരിച്വൽ റിലം ഒരു ലോക്കലിൽ ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഇത് വൈഡ് ആകാൻ പോകുക. നിങ്ങളുടെ അനോയിന്റിംഗ് അത് ഇടത്തോട്ടും വലത്തോട്ടും ഭയങ്കരമായി ഈ വർഷത്തിൽ അത് എക്സ്പാൻഡ് ആകാൻ പോകുക. ஆமென். ஹalleluya. இப்போ நீங்க ஒரு லோக்கல் பர்టిక్యులர் லொகாலிட்டில தான் இருக்கீங்கன்னு சொன்னா, ஆமென், உங்களுடைய அனாயிண்டிங் அது லெஃப்ட் சைடு ரைட் சைடு அது ஆமென் அதிகமாக எக்ஸ்പാൻഡ് ആക പോകുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ മേലുള്ള സ്പിരിച്വൽ റിലം ഒരാളെ പോലും ടച്ച് ചെയ്യുന്നില്ല. നിങ്ങളുടെ ലോക്കൽ പ്ലേസിലുള്ള ആളുകളെ മാത്രമേ അത് ടച്ച് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് ആളുകളെ ടച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ അനോയിന്റിംഗ് ഇനി അത് സ്റ്റേറ്റുകളെ ടച്ച് ചെയ്യാൻ പോകുക, അത്
ഡിസ്ട്രിക്റ്റുകളെ ടച്ച് ചെയ്യാൻ പോകുക, അത് രാജ്യങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ അതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ നിങ്ങളുടെ അനോയിന്റിംഗ് അകത്ത് സംഭവിക്കാൻ പോകുക. ஹalleluya. இதுவரைக்கும் உங்களுடைய அனாயிண்டிங் அது ஒரு லோக்கல் பிளேஸ்ல ஒதுங்கி இருக்குது. அது ஒரு சிங்கிள் பர்சனை கூட அந்த அனாயிண்டிங் டச் பண்ணவில்லை என்று சொன்னார். 2025ல your anointing is going to touch many people, many nations, many countries. Hallelujah. Your anointing will expand to the right and left side. Hallelujah. ഇതിനകത്ത് ഞങ്ങളെ കേൾക്കുന്ന ചില മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ നോക്കി വീണ്ടും പ്രവചിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അനോയിന്റിംഗ് സർക്കിൾ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ബൗണ്ടറീസ് അസാധമായി, നിങ്ങളുടെ അനോയിന്റിംഗിന്റെ ബൗണ്ടറീസ് ഭയങ്കരമായി ബ്രേക്കപ്പ് ആകാൻ പോകുകയാണ്. അത് പല സ്റ്റേറ്റുകളിലേക്ക്, പല ഡിസ്ട്രിക്ട്, പല സ്റ്റേറ്റുകളിലേക്ക്, പല കൺട്രികളിലേക്ക് നിങ്ങളുടെ അനോയിന്റിംഗ് സ്പ്രെഡ് ആകാൻ പോകുകയാണ്. Hallelujah. எங்களை கேட்கிற சில மினிஸ்டர்ஸ் ஆஃப் காட் இதுக்குள்ள இருக்கிறீங்க. உங்களுடைய அனாயிண்டிங் இதுவரைக்கும் ஒரு பர்టిక్యులர் ஏரியாவுல நின்றது என்று சொன்னால் your anointing is going to expand to the right and left. நீங்க அநேகம் தேசங்களில, அநேகம் கண்ட்ரீஸ்ல உங்களுடைய அனாயிண்டிங் மூவ் பண்ணுகிற விதத்துல ஒரு எக்ஸ்பான்ஷன் உங்களுடைய அனாயிண்டிங்ல வெளிப்பட போகிறது. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇത് എന്റെ മേൽ അസാധാരണമായി നടക്കാൻ പോകുകയാണെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു? Amen. How many of you believe that this prophetical word is going to manifest in me supernaturally? Hallelujah. Hallelujah. Amen. നമുക്ക് ലൂക്കോസ് ചാപ്റ്റർ 4 വേഴ്സ് 14 ആ വേർഡ് നോക്കാൻ. അതിനകത്ത് പറയാ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. യേശുവിന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു എന്നാണ് അവിടെ പറയുന്നത്. Amen. Hallelujah. Luke 4 verse 14 says, and Jesus returned in the power of the Spirit into Galilee, and there went out a fame of him through all the region around about. Hallelujah. യേശുവിന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിന്റെ മേലുള്ള അനോയിന്റിംഗ്, യേശുവിന്റെ മേലുള്ള പവർ, യേശുവിന്റെ മേലുണ്ടായിരുന്ന ആ ഡൈനാമിക് പവർ ആ ദേശത്തെല്ലാം സ്പ്രെഡ് ആയെന്നാണ് അതിന്റെ അർത്ഥം. Amen. The fame of him through all the region round about. That means, hallelujah, the power he carrying, the presence he is carrying, that through all the region round about. Hallelujah. Oh, എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, your anointing will expand to the right and the left. Amen. உங்களுடைய அபிஷேகம் இடதுபுறமும் வலப்புறமும் பரவ போகிறது. Oh, we declare it again, your anointing will expand. Your anointing will expand to the right and the left. Amen. எத்தனை பேர் விசுவாசிக்கிறீங்க உங்களுடைய அபிஷேகம் இடப்புறமும் வலப்புறமும் expand ஆகும்? How many of you declare that my anointing is going to expand to the right and left? Hallelujah. ഇത് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഭയങ്കരമായി ജ്വലിക്കുക, anointing അസാധാരണമായി ഇൻക്രീസ് ആകുക. Amen. Hallelujah. Why we speak this word, your anointing, amen, hallelujah, this very moment it is going to increase, amen, it is going to burn. Hallelujah. Hallelujah. നിങ്ങളുടെ anointing ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആകുന്ന ഒരു ടൈമാണ് ഈ സമയത്ത്, ഈ റൈറ്റ് ടൈം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ anointing ഓവർഫ്ലോ ആകുകയാണ്. Amen. This very moment your anointing is going to overflow. Hallelujah. Hallelujah. Amen. എത്ര പേർ വിശ്വസിക്കുന്നു? Luke 4:14 അത് എന്റെ മേൽ ഇപ്പോൾ തന്നെ അതുപോലെ അത് സംഭവിക്കാൻ പോകുകയാണ്. Amen. How many of you believe that Luke 4:14 is going to manifest, amen, right now in my life? Hallelujah. Amen. Amen. നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒന്ന് നോക്കിയാട്ടെ. നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി പ്രവചിച്ചാട്ടെ, എന്റെ അനോയിന്റിംഗ്, എന്റെ മേലുള്ള ഗോഡ്സ് പ്രസൻസ്, ആമേൻ, ഓ എന്റെ മേൽ കിടക്കുന്ന ബ്ലെസ്സിംഗ് അത് സ്പ്രെഡ് ആകാൻ പോകുക, അത് എക്സ്പാൻഡ് ആകാൻ പോകുക, അത് പരക്കാൻ പോകുക, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അത് സ്പ്രെഡ് ആകാൻ പോകുക. Amen. How many of you declare that the anointing I am carrying, the blessings, the God's presence which I am carrying is going to expand to the right and left? Hallelujah. മക്കളെ, ആമേൻ, ഇത് ആമേൻ, സൺസ് ഓഫ് ഗോഡിന്റെ ദൈവപുത്രന്മാരുടെ മേൽ കർത്താവ് അസാധാരണമായിട്ടുള്ള ഗോഡ്സ് അബൻഡന്റ് ഫേവറിനെയും അബൻഡന്റ് ഗ്രേസിനെയും, ആമേൻ, പിതാവിന്റെ ഭയങ്കരമായിട്ടുള്ള ആമേൻ നിറവിനെ പകരുന്ന ഒരു റിലമ 2025 തുറന്നിരിക്കുന്നത് ഈ മക്കളെ. Amen. 2025ல തുറക്കപ്പെട്ടിരിക്കുന്ന റിലം എന്ന് சொல்வது God's abundant favor, அசாதாரணமான தெய்வீகமான favor, கிருபை அதிகமாக sons of God மேல ரிலீஸ் பண்ணுகிற ஒரு இயர். Hallelujah. Hallelujah. Amen. Anointed one-ലേക്ക്, ദൈവപുത്രന്മാരിലേക്ക്, ദൈവിക അഭിഷിക്തന്മാരിലേക്ക് ലോകം ഫോക്കസ് ചെയ്യുന്ന ഒരു റിലം 2025 തുറക്കപ്പെടും.
Amen. Hallelujah. God's people world focus பண்ணுகிறதான ஒரு realm 2025 ல ரிலீஸ் ആകും. Amen. ഫോക്കസ് ചെയ്യുക മാത്രമല്ല, അവരിലേക്ക് ആശ്രയിക്കുന്ന, അവരിലൂടെ അല്ലാതെ ഇനി ഞങ്ങൾക്കൊരു ഡെലിവറൻസ് ഇല്ല എന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഭയങ്കരമായ മാനിഫെസ്റ്റേഷൻ 2025 വെളിപ്പെടും. Amen. Hallelujah. Just not focusing but to depending upon the God's children. Amen. Hallelujah. Amen. Hallelujah. Without you I can't survive. That much of dependency is going to manifest in the children of God in 2025. Hallelujah. നിങ്ങളുടെ മേലുള്ള ഗോഡ്സ് ഫേവർ, നിങ്ങളുടെ മേലുള്ള അനോയിന്റിംഗ്, നിങ്ങളുടെ മേലുള്ള ആമേൻ നിങ്ങളുടെ മേലുള്ള സർപ്ലസ്, ഇതെല്ലാം മാനിഫെസ്റ്റ് ആകുന്ന ഒരു റിലം 2025 തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ മേലെ இருக்கிற ആമേൻ അഭിഷേകം, உங்க மேல இருக்கிற ஆமென் கர்த்தருடைய பிரசன்னம், உங்க மேல இருக்க ஃபேவர் எல்லாம் அதிகமா മാനിഫെസ്റ്റ് ആകുന്ന ഒരു ഇയർ தான் 2025. ആമേൻ. ഒരു ജോസഫിനെ തേടി മുഴുവൻ രാജ്യത്തെ ദേശത്തിലെ ആളുകൾ വന്നതുപോലെ, ഒരു ജോസഫിന്റെ പണ്ടികശാലയിലേക്ക് ജനങ്ങൾ വന്നതുപോലെ 2025ലേക്ക് ദൈവപുത്രന്മാരുടെ അരികിലേക്ക് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഭിഷേകത്തിലേക്ക്, അവരുടെ മേൽ നിറയപ്പെട്ടിരിക്കുന്ന ഗ്ലോറിയിലേക്ക്, അവരുടെ മേൽ നിറയപ്പെട്ടിരിക്കുന്ന ഗോഡ്സ് പവറിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു വരുന്ന ഒരു റിലം 2025 സ്വർഗ്ഗം തുറന്നിരിക്കുക. ആമേൻ. ജോസഫിനുடைய സ്റ്റോർ ഹൗസ് തേടി കൺട്രീസ് അവനുடைய பிரசன்ஸ்க்கு வந்ததுപോലെ children of God, amen, hallelujah, amen, நீங்க ஸ்டோர் பண்ணியிருக்கிற God's presence, God's power, God's favor இந்த ஸ்டோர் ஹவுஸ்க்கு நேராக world turn ஆகுற ஒரு சீசன் தான் 2025 എന്ന് சொல்றாங்க. ഓ, എത്ര പേർ ഡിക്ലെയർ ചെയ്യും 2025ലെ ജോസഫ് ഞാനാണെന്ന്? എത്ര പേർക്കൊന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയും? How many of you can declare that I am the Joseph for this 2025? ആമേൻ. എന്റെ നിറവിലേക്ക്, എന്റെ മേൽ സ്വർഗ്ഗം പകർന്നിരിക്കുന്ന നിറവിലേക്ക്, എന്റെ മേൽ നിറയപ്പെട്ടിരിക്കുന്ന അനോയിന്റിംഗിലേക്ക്, എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അബൻഡന്റ് ക്രൈസ്റ്റ് ലൈഫിലേക്ക്, ആമേൻ, വേൾഡ് തിരിയുന്ന, ഫോക്കസ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന റിലം എന്റെ മേൽ 2025 തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. എന്മേലെ പകരപ്പെട്ടിരിക്കുന്നതാണ് ഗോഡ്സ് പവർ, എന്മേലെ പകരപ്പെട്ടിരിക്കുന്നതാണ് ഗോഡ്സ് ഫുൾനെസ്, ഗോഡ്സ് ആമേൻ പ്രസൻസ്. இதுக்கு நேராக വേൾഡ് ടേൺ ആകുന്ന ഒരു ഇയർ தான் 2025. ഹല്ലേലൂയ. അത് മാത്രമല്ല, വേൾഡിലുള്ള അതോറിറ്റി, വേൾഡിലുള്ള പവേഴ്സ്, വേൾഡിലുള്ള സെലിബ്രിറ്റീസ്, ആമേൻ, ദൈവപുത്രന്മാരെ ആശ്രയിക്കുന്ന ഒരു റിലം 2025 തുറന്നിരിക്കുകയാണ്. ആമേൻ. വേൾഡിൽ இருக்கிற പവേഴ്സ്, വേൾഡിൽ இருக்கிற അതോറിറ്റി, വേൾഡിൽ இருக்கிற സെലിബ്രിറ്റീസ് கூட സൺസ് ഓഫ് ഗോഡ്ക്ക് നേരാக ടേൺ ആകുന്ന ഒരു ഇയർ தான் 2025 എന്ന് சொல்றாங்க. ഹല്ലേലൂയ. ഇന്ന് പലരും ഫോക്കസ് ചെയ്യുന്ന, പലരും ഫോളോ അപ്പ് ചെയ്യുന്ന, പലരും ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസ് പോലും ദൈവപുത്രന്മാരിലേക്ക് ആകർഷിക്കപ്പെട്ട് 2025 വരുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. இன்னைக்கு இந்த வேர்ல்ட் அட் பிரசன்ட் வேர்ல்ட் ஃபோக்கஸ் பண்ணுகிற செலிபிரிட்டிஸ் கூட 2025ல സൺസ് ഓഫ് ഗോഡ് ഫോക്കസ് பண்ணுகிற அளவுக்கு സിറ്റുവേഷൻസ് ചേഞ്ച് ആവും. ഓ, ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ക്യാരി ദ അനോയിന്റിംഗ് ഓഫ് ഫാദർ ഗോഡ്. ആമേൻ. നിങ്ങളെ ഫോക്കസ് ചെയ്ത്, നിങ്ങളെ ആശ്രയിച്ച്, നിങ്ങളെ ഫോളോ ചെയ്ത് ഒരു വേൾഡ് തിരിയാൻ പോകുക ദൈവമക്കളെ. ஆமென். ஹalleluya. அன்பானவர்களே, நாம தான் தேவனுடைய பிள்ளைகள், நாம தான் சன்ஸ் ஆஃப் காட். ஆதலால் நம்மளை டிபெண்ட் பண்ணி வேர்ல்ட் டர்ன் ஆகுற ஒரு சீசன் நம்ம மேல ஓபன் ആകും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വേറൊരു വിഷൻ കണ്ടത്, വേൾഡിനകത്ത് ഭയങ്കരമായ ഒരു ഡാർക്ക്നെസ്, ഇങ്ങനെ അവൻ ഇരുൾ മൂടി കിടക്കുന്നു. ആമേൻ. ഞാൻ അടുത്ത് பார்த்த ഒരു വിഷൻ இதுதான், இந்த വേൾഡിലെ ഭയങ്കരമായ ഒരു ഡാർക്ക്നെസ് അത് ഇങ്ങനെ കവർ பண்ணி കിടക്കുന്നത്. ആമേൻ. അതിനകത്തുനിന്ന് ഒത്തിരി ആളുകൾ പല ഗൂഢാലോചനകൾ ചെയ്യുന്നു, ദേശത്തെടുത്ത് പല ആമേൻ പ്രോബ്ലംസിനെ, പല അനർത്ഥങ്ങളെ ചെയ്യുവാനുള്ള പ്ലാനിങ് അതിനകത്ത് നടക്കുന്നു. ആമേൻ. അതിലെ പല നെഗറ്റീവ് പ്ലാൻസും அந்த இடத்துல ஆமென் ஹalleluya அந்த இடத்துல கம்போஸ் பண்ணுவது போல കാര്യങ്ങളെ கதை നെഗറ്റീവാன കാര്യങ്ങൾ இந்த വേൾഡിലെ ചെയ്യുംപടിயான ചില നെഗറ്റീവ് പ്ലാൻസ് அந்த இடத்துல ക്രിയേറ്റ് பண்ணுவதை நான் பார்த்தேன். ആമേൻ. അതൊരു ഡീമോണിക് റിലമായിട്ടല്ല ഞാൻ കണ്ടത്. that is not just only a demonic realm. അതൊരു ഡീമോണിക് റിലമായിട്ടല്ല കണ്ടത്. അത് ഈ വേൾഡിനകത്ത് തന്നെയുള്ള ചില ആമേൻ ഹ്യൂമൻ പവേഴ്സിനെ, ഹ്യൂമൻ അതോറിറ്റിക്കൽ ആയിട്ടുള്ള ആമേൻ ഗ്രൂപ്പുകളെ അതിനകത്ത് ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. അത് இந்த வேர்ல்ட்ல இருக்கிற ചില ഹ്യൂമൻ പവേഴ്സ്, ഹ്യൂമൻ അതോറിറ്റീസ് അവர்கள் தான் இத ക്രിയേറ്റ് பண்றதுன்னு பார்த்தேன். അവരെ ഗൂഢാലോചന ചെയ്യുകയാണ്. അടുത്ത പ്ലാൻ, അടുത്ത ലോകത്തിലേക്ക് അയക്കേണ്ട ചിലതിനെ അവർ അതിനകത്ത് പ്ലാൻ ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവர்கள் அந்த இடத்துல இருந்து சில பிளான்ஸ் நெக்ஸ்ட் வேர்ல்ட்ல what we have to do in the world next அதுதான் அவங்க அந்த பிளான் பண்ணிட்டு இருக்காங்க. ആമേൻ. ഈ എന്താ പറയാ,
സൃഷ്ടിക്കപ്പെടത്തക്ക രീതിയിലുള്ള നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ബാധകൾ, ഉണ്ടാക്കപ്പെടുന്ന ബാധകൾ വേൾഡിലേക്ക് സ്പ്രെഡ് ആകുന്നത് കണ്ടു. നാച്ചുറൽ കലാമിറ്റീസ് അല്ല, ചില கிரியேட் பண்ணின சில இஷ்யூஸ் இந்த வேர்ல்டுக்கு சென்ட் பண்ணுமான சிலதை கிரியேட் பண்ணக்கூடியதா அவங்க டிஸ்கஸ் பண்ணிക്കൊണ്ടിരിക്കുന്നത്. ചില രാജ്യങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലുള്ള വാറുകൾ ഇതിനകത്തുണ്ടാകുന്നത് കണ്ടു. അമേൻ. അതിലെ അമേൻ ചില കൺട്രീസ്ക്ക് അഗെയിൻസ്റ്റ് ആക அந்த കൺട്രീസയെ അഴിക്കത്തക്കതാണ് പെരിഷ് பண்ணக்கூடியதான ചില വാർ, അമേൻ, വേൾഡ് വാറുകൾ ക്രിയേറ്റ്. ലാസ്റ്റ് വീക്ക് ഒരു ഭയങ്കര ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ടു. അത് പക്ഷേ 2025 ബന്ധപ്പെട്ട കണ്ടതെങ്കിലും നെക്സ്റ്റ് ഒരു 2-3 ഡേയ്സിനകത്ത് ഒരു ന്യൂസ് വന്നു, ഒരു കൺട്രിയിൽ ഇതുപോലെ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയത്. അമേൻ. ഫ്യൂ ഡേയ്സ് ഒരു ലാസ്റ്റ് വീക്ல நான் பிரேயர்ல இருக்கும்போது ஒரு ஃளைட் ஆக்சிடென்ட் நான் பார்த்தேன். அது 2025 தான் பார்த்தேன். ஆனா 2 டேஸ்க்குள்ளே அமேன் அப்படி ஒரு ஆக்சிடென்ட், ஒரு ஃளைட் ആക്സിഡന്റ് അമേൻ ഒരു നമ്മൾ பார்த்தோம். പക്ഷേ 2025ലും ഇതുപോലെയുള്ള ന്യൂസുകൾ ഭയങ്കരമായിട്ടുണ്ടാകും. 2025ൽ ഇതുപോലുള്ള ന്യൂസസ് അധികமாக വരും. അമേൻ. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അതോറിറ്റിയിൽ നിൽക്കുന്നവർ, കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട അധികാരത്തിൽ നിൽക്കുന്നവർ 2025ൽ അവരുടെ നെയിം ഒക്കെ മാഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആண்டவருடைய കമ്മിങ്ങോട് ഇസൈന്ത இப்போது പവർல இருக்கிற അതോറിറ്റിയിൽ இருக்கிற ചില നെയിംസ് അത് വാനിഷ് ആഗ്രത നാം பார்த்தேன். നമ്മൾ വിചാരിക്കും അവരുടെ കാലഘട്ടം അല്ലെങ്കിൽ അവരിലൂടെയാണ് ഇത് സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവരുടെ പേര് മാഞ്ഞു എന്ന് വെച്ചാൽ ആ വ്യക്തികൾ ഇല്ലാതായി തീരും, അവരുടെ പേര് മാഞ്ഞു പോകുന്നത് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. We may think that through that persons only, ആമേൻ, something going to happen related to God's second coming. ആனா അതല്ല, அப்படிയുള്ള നെയിംസ് വാനിഷ് ആഗ്രത നാം பார்த்தோம் വിഷയത്തിന്റെ. ഹല്ലേലൂയ. ആമേൻ. ജാതികളായിട്ടുള്ളവർക്ക്, കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല ഇഷ്യൂകൾ 2025 ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 2025ലെ ആമേൻ many issues are going to come that the Gentiles couldn't survive in that problems. ഈ ഇന്റർനെറ്റ് മേഖലകൾ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കുകൾ, ഇന്റർനെറ്റ് മേഖലകൾ, ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഓൺലൈനുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബ്ലോക്കുകൾ ജാം ആകുന്നു. ജനങ്ങൾക്ക് അത് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജാം ആകുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് 2025 2025ലെ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് എല്ലാം അപ്പടി ജാം ആകുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഓൺലൈൻ അതുപോലുള്ള ഡീലിങ്സ് എല്ലാം അപ്പടി ജാം ആയി ബ്ലോക്ക് ആയി ഒരു നോർമൽ ലൈഫിക്ക് ഡിഫിക്കൽട്ടി വരുടെ ഇഷ്യൂസ് അതുപോലുള്ള കാര്യങ്ങളെ പാത്തു. കാരണം ഇന്ന് ജനങ്ങൾക്ക് ആഹാരം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ அப்படின்னு சொல்லிட்டா ஃபுட் எவ்வளவு நெசசரியா இருக்குறதோ that much of necessary ഇന്റർനെറ്റ് இருக்குது. ഫിസിക്കൽ ബോഡിയിൽ ഒരു വൈറസ് കയറുന്നത് പോലെ തന്നെ ഓൺലൈൻ മേഖലകൾക്കകത്തേക്ക് വൈറസുകൾ ഭയങ്കരമായി സ്പ്രെഡ് ആകും. ഫിസിക്കൽ ബോഡിയിലെ எப்படி வைரஸ் ஏறி ப்ராப்ளம்ஸ் கிரியேட் ஆகுதோ, இஷ்யூஸ் சிக்னஸ் வருதோ, இது போல ഓൺലൈനിലും വൈറസുകൾ ഏറി ചില ഇഷ്യൂസ് ക്രിയേറ്റ് ആകുന്നത് അങ്ങനെയുള്ള പ്രോബ്ലംസ്, ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന തരത്തിലുള്ള ഇഷ്യൂകൾ, ചിലരുടെ ഫിനാൻസുകൾ ബ്ലോക്ക് ആയി പോകുന്ന മേഖലകൾ, ഇങ്ങനെയുള്ള ഇഷ്യൂകൾ 2025 ബന്ധപ്പെട്ട് ഭയങ്കരമായി സംഭവിക്കും. പീപ്പിൾസിനുடைய നോർമൽ ലൈഫുക്കാன സ്ട്രഗ്ലിങ്സ്, ചില ഫിനാൻസ് എല്ലാം അപ്പടിയേ അത് அப்படியே ഫ്രീസ് ആയി പോകുന്നത് പോലുള്ള ഇഷ്യൂസ്, ഇതുപോലെ വിഷയങ്ങൾ പാത്തേ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, sons of God shall expand to the right and the left. Our spread ആകുവാൻ തുടങ്ങും. Hallelujah. But sons of God, they will expand to the right and left. Hallelujah. 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 இந்த ஆண்டு எத்தனை பேர் விதமாக நம்புறீங்க? உங்களுடைய ஸ்பிரிச்சுவல் ரலத்துல எவ்வளவுக்கு அதிகமான எக்ஸ்பான்ஷன் நடக்கிறதோ அவ்வளோ எக்ஸ்பான்ஷன் உங்களுடைய பிசிக்கல் ரலத்துல நீங்க காண போகிறீங்க. ആമേൻ. ഈ വർഷത്തിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ എത്രത്തോളം വിശാലപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഫിസിക്കൽ ലൈഫിലും നിങ്ങൾ എക്സ്പാൻഡ് ആകുവാൻ തുടങ്ങും. Amen. Children of God, we are spirit born beings. Hallelujah. So how much more we are going to expand in our spiritual realm, that much of expansion will happen in our physical realm. നമ്മൾ ആത്മീക ജീവികളായതുകൊണ്ട് നമ്മൾ ആത്മാവിൽ എത്രത്തോളം സ്പ്രെഡ് ആകുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ ഫിസിക്കൽ റിലത്തിലും നമ്മൾ എക്സ്പാൻഡ് ആകാൻ തുടങ്ങും. Amen. Hallelujah. ഇത് റിമോട്ട് കൺട്രോൾ മതി. റിമോട്ട് കൺട്രോൾ நம்ம தெரியும். ரிமோட் நம்ம கையில இருக்கும். அதை
வச்சுதான் நம்ம தூரத்துல இருக்கிற சில பொருட்களை கண்ட்ரோல் பண்ணுவோம். ഇത് റിമോട്ട് പോലെയാണ്. നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ദൂരത്തിലുള്ളതിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. ആമേൻ. இதுதான் ஸ்பிரிச்சுவல் realத்துல உங்களுடைய ஆக்சஸ் தான் பிசிக்கல் realத்துல சில கண்ட்ரோலிங் பவர் போல உங்க மேல manifest ஆகிறது. സ്പിരിച്വൽ റിലത്തിലുള്ള നിങ്ങളുടെ ആക്സസ് ആണ് ഫിസിക്കൽ റിലത്തിൽ ചിലതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഇടയായിത്തീരുന്നത്. So first of all you don't look at the physical realm. ആദ്യം നിങ്ങൾ ഫിസിക്കൽ റിലത്തിലെ ഫോക്കസ് ചെയ്യരുത്. Amen. Hallelujah. Let your eyes be in the higher realm. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കണ്ണുകളെ സ്വർഗ്ഗത്തിലേക്ക് ഉയരത്തിലേക്ക് സെറ്റ് ചെയ്യണം. Let your mind be in the higher realm. നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉയരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. Amen. Hallelujah. ஏன் சொன்னா amen. Hallelujah. வேர்ட் சொல்வது போல amen. Amen. உங்களை எந்த இடத்துல சீட்டட் ஆக்கி இருக்கிறதோ அந்த ஹையர் realத்தில் உள்ளதையே நீங்க செய்ய. Colossians 3rd amen first verse. കൊളോസ്യലേഖനം 3-ാം അധ്യായം പറയുന്നത് നിങ്ങൾ എവിടെയാണോ സ്വർഗ്ഗീയ തലത്തിൽ ഉയരത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത് പോലെ ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക. amen. ஏன் சொன்னா amen. அந்த ஸ்பிரிச்சுவல் realத்துல எவ்வளவுக்கு அதிகமாக உங்களுடைய லைஃப்ல ஒரு எக்ஸ்பான்ஷன் எவ்வளவுக்கு அதிகமாக நீங்க அந்த அத்தாரிட்டில நிக்கிறீங்களோ அவ்வளவுக்கு அதிகமாக பிசிக்கல் realத்திலே ஈஸி അങ്ങനെ ആക്സസ് உங்களுடைய லைஃப்ல வெளிப்படும். നിങ്ങൾ എത്രത്തോളം സ്വർഗ്ഗീയ തലത്തിൽ നിങ്ങൾ കണക്ട് ആയിരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഫിസിക്കൽ റിലത്തെ അധികാരത്തിലിരിക്കുന്നോ ഫിസിക്കൽ റിലത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. Amen. Hallelujah. This year many Elias amen are going to activate in the spiritual realm. ഏലിയാവുകൾ ഈ കാലഘട്ടത്തിൽ ഈ 2025 ആ സ്പിരിച്വൽ റിലത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. Amen. ഏലിയ ഇതുപോലെ amen spiritual realത്തിൽ ഒരു സ്പെഷ്യൽ ആക്സസ് இருந்த person. Amen. ஆகாபினுடையும் ஜிசபெலினுடையும் டைம்ல பாத்தீங்கன்னு சொன்னா ஸ்பிரிச்சுவல் realத்துல amen மூவ் பண்ணுகிற அந்த person amen hallelujah physical realத்துல ரெயின ஸ்டாப் பண்ண மறுபடியும் amen ரெயின கொண்டு வர ஒரு amen ആക്സസ് இருந்த person ആக இருந்தது. ഏലിയാവ് ആഹാബിന്റെ ഇസബെലിന്റെ കാലഘട്ടത്തിൽ സ്വർഗീയ തലങ്ങളെ ഭയങ്കരമായിട്ട് ആക്സസ് ചെയ്ത ഒരു വ്യക്തിയാണ്. മഴയെ നിർത്തുവാനും പെയ്യിക്കുവാനുമുള്ള ആ ഫിസിക്കൽ റിലത്തെ കൺട്രോൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇതുപോലെ സൺസ് ഓഫ് ഗോഡ് ആമേൻ ഹല്ലേലൂയ നമ്മ அதிகமாக സ്പിരിച്വൽ realത്തിൽ ആക്റ്റീവ് ആக இருக்கும்போது ഫിസിക്കൽ realത്തിലുള്ള അതോറിറ്റി அதிகமாக മാനിഫെസ്റ്റ് ആകും. ഇതുപോലെ നമ്മൾ സ്പിരിച്വൽ റിലത്തിൽ നമ്മൾ ആക്സസോടെ ഇരിക്കുമ്പോൾ ഫിസിക്കൽ റിലത്തെ അധികമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Just a single word is enough to control the physical realm. നിങ്ങളുടെ ഒരു വാക്ക് മതി ഫിസിക്കൽ റിലത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ. Amen. Hallelujah. How many of you declare that I am going to expand in my spiritual realm? എത്ര പേർ പറയും ഞാൻ എന്റെ സ്പിരിച്വൽ റിലത്തെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാണ്. Amen. Hallelujah. That much of expansion will happen in your physical realm. ആമേൻ. അത്രത്തോളം നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തെ ഫിസിക്കൽ റിലത്തെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. Amen. Hallelujah. அது மட்டுமல்ல அன்பானவர்களே amen நீங்க சில இன்ஹெரிட்டன்ஸ் உங்களுடைய லைஃப்ல amen அது ரிசீவ் பண்ணுகிற amen நாட்கள் என்று சொல்லுகிறார். അത് മാത്രമല്ല നിങ്ങൾ ചില ആമേൻ അവകാശത്തെ പ്രാപിക്കുന്ന ഒരു റിലമാണ് 2025 തുറക്കുന്നത്. Amen. Hallelujah. എவ்விதமாக அப்ரஹாமின் இடத்துல தான் ஃபர்ஸ்ட் இந்த இன்ஹெரிட் என்ற வேர்ட் ஆமென் வேர்ட் ஆஃப் காட் நம்ம ஃபர்ஸ்ட் டைம் பார்க்கறோம். അബ്രഹാമിന്റെ ഓടുള്ള വചനമാണ് ആദ്യമേ അവകാശം എന്നുള്ള ഒരു പദം നമുക്ക് കാണാൻ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. ആമേൻ ഹല്ലേലൂയ. അബ്രഹാമേ ആമേൻ ഹല്ലേലൂയ ഹാരാനിൽ இருந்து அழைத்து அப்ரஹாமை அழைத்து கர்த்தர் சொல்கிற விஷயம் ஆமேன் அவனை வெளியே கொண்டு வந்து ஆமேன் நீ இந்த காண்கிற பூமி முழுவதும் உனக்கும் உன் சந்ததிக்கும் நான் சுதந்திரமாக ஆமேன் கொடுப்பேன். ഹാരാനിൽ നിന്ന് വിളിച്ച് അബ്രഹാമിനെ വിളിച്ച് ദൈവം പറയുക നീ കാല് ചവിട്ടുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതിക്ക് ഞാൻ അവകാശമായി തരും. Amen. Hallelujah. You will inherit this place. Hallelujah. Amen. அப்ப பாருங்க first time inheritance வருகிறதே அப்ரஹாமினுடைய லைஃப்ல என்று சொல்லி ആദ്യം അവകാശം വെളിപ്പെടുന്നത് അബ്രഹാമിന്റെ ലൈഫിലാണ്. Amen. Hallelujah. After that Isaac, amen. அதுக்கு பின்பதாக ஜேக்கப், அதுக்கு பின்பதாக ஜோசப் இவர்கள் எல்லாம் amen. Hallelujah. இந்த prophetical voice வழியாக போனதை நம்ம பார்க்கிறோம். അതിനുശേഷം ഇസഹാക്കും യാക്കോബും ജോസഫും എല്ലാം ഈ amen prophetical ശബ്ദത്തിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ஆனால் hallelujah finally amen Jesus through Joshua amen we are seeing that inheritance happened in their life. എന്നാൽ അതിനുശേഷം യോശുവയിൽ ആ അവകാശം ആ ഇൻഹെറിറ്റൻസ് വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. Amen. Hallelujah. அப்ப பாருங்க அப்ரஹாமுக்கு ஒரு promise word. What is the promise? You are going to inherit Canaan. അബ്രഹാമിനുള്ള ദൈവശബ്ദം എന്താ? ആ വാഗ്ദത്ത ശബ്ദം എന്താ? നീ കനാനെ അവകാശമാക്കും. அப்ப பாருங்க அந்த promise-னுடைய fulfillment தான் inheritance என்று சொல்வது. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ് അവകാശം എന്നുള്ളത്. Amen. Hallelujah. So all the promises which you heard all the past
years, you are going to inherit all the promises. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കേട്ട ആ വാഗ്ദത്തങ്ങൾ അതിനെല്ലാം ആ പ്രോമിസ് നിങ്ങൾ അവകാശപ്പെടുത്തുവാൻ പോകുക. Amen. In the 2024, you are going to inherit all the promises. ഈ 2025 നിങ്ങൾ പണ്ട് കേട്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും അവകാശപ്പെടുത്തുവാൻ പോകുക. Amen. Hallelujah. നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരலாம். இந்த ഇൻഹെറിറ്റൻസ്ക്കും எனக்கும் என்ன ரிலேஷன்ஷிப் அப்படினு சொல்லிட்டு. നമുക്കൊരു ചോദ്യം വരാം, അവകാശത്തിനും എനിക്കും എന്താ ബന്ധമെന്ന്. Amen. Hallelujah. But we know, amen, Galatians 3:16 சொல்வது போல അബ്രഹാമിനുடைய സീഡ് എന്ന് சொல்வது ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഗലേഷ്യൻ ലേഖനത്തിനകത്ത് ആമേൻ കാണുവാനായിട്ട് സാധിക്കും, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. Amen. And Galatians 3:29 says, amen, if you are in Christ, amen, then you are the Abrahamic seed and you are heirs of his promise. ആമേൻ. ഗലാത്യർ 3:29 വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെങ്കിൽ ആമേൻ വാഗ്ദത്ത പ്രകാരം അവകാശികൾ അത്രയെന്ന് വചനം പറയുന്നു. Amen. Hallelujah. அப்படி என்று சொன்னால், amen, through Jesus Christ we are Abrahamic seed and we are the heirs of all the promises of Abraham. ആമേൻ. യേശു ക്രിസ്തുവിലൂടെ ആമേൻ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തത്തിന് അവകാശികളും അത്രേ. Amen. Hallelujah. அதனால இந்த இரவிலே எத்தனை பேருக்கு தைரியமாக சொல்ல முடியும், I am going to inherit all the Abrahamic promises in my life. അതുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും വിശ്വാസത്തോടെ, ഞാൻ അബ്രഹാമിന്റെ അവകാശത്തെ എന്റെ ലൈഫിൽ, ഞാൻ അബ്രഹാമിന്റെ വാഗ്ദത്തത്തെ എന്റെ ലൈഫിൽ അവകാശമായി പ്രാപിക്കാൻ പോകുകയാണ്. Amen. Hallelujah. அப்ப அப்ரஹாமுக்கு physical கனான் தான் ஒரு இன்ஹெரிட்டன்ஸ் ஆக அமேன் கர்த்தர் வைத்திருந்தார். അബ്രഹാമിന് ഒരു ഭൗതികമായ കനാനാണ് ദൈവം വാഗ്ദത്തമായി കൊടുത്തത്. Amen. Hallelujah. ஆனால் நம்ம ஹீப்ரூஸ் அமேன் அதனுடைய 9th அமேன் சாப்டர்ல நம்ம பார்க்கும்போது அந்த இடத்துல ஜஸ்ட் ஒரு அமேன் பிசிக்கல் இன்ஹெரிட்டன்ஸ் அல்ல, அந்த இடத்துல இட்டர்னல் இன்ஹெரிட்டன்ஸ் என்று சொல்லி வேர்ட் ஆஃப் ഗോഡ് says. എന്നാൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിനകത്ത് അതിനകത്ത് അമേൻ നിത്യമായിട്ടുള്ള ആ വാഗ്ദത്തത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Amen. Hallelujah. அப்ப ஒரு விஷயம் நீங்க புரிந்து கொள்ளுங்க. Amen. Amen. Holy Spirit நமக்காக அமேன் ரிவீல் பண்ணி தருவது ஜஸ்ட் நமக்கு ஒரு பிசிக்கல் அமேன் இன்ஹெரிட்டன்ஸ் அல்ல, மாறாக சில அமேன் ஹalleluya இட்டர்னல் இன்ஹெரிட்டன்ஸ் നമ്മുടെ வாழ்க்கையில இருக்கிறது. നോക്കേ, നമുക്ക് ഒരു ഫിസിക്കൽ മാത്രമല്ല നിത്യമായിട്ടുള്ള അവകാശത്തെ, നിത്യ അവകാശത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. Amen. இன்னைக்கு எத்தனை பேர் நம்புறீங்க சில இட்டர்னல் இன்ஹெரிட்டன்ஸ் நான் ரிசீவ் பண்ணும்படியாக தான் கர்த்தர் என்னை அழைத்திருக்கிறார். എത്ര പറയുന്നു, നിത്യമായി നിലനിൽക്കുന്ന നിത്യതയോളമുള്ള നിത്യമായ ഒരു അവകാശത്തെ പ്രാപിക്കുവാനാണ് പിതാവിനെ വിളിച്ചിരിക്കുന്നത്. Amen. Hallelujah. Amen. Jesus. இந்த இரவிலே எத்தனை பேருக்கு சொல்ல முடியும், Hallelujah, என்னை பிதாவானவர் அழைத்திருக்கிறது, நான் சில நித்தியமான சுதந்திரங்களே பெற்றுக்கொள்ள வேண்டும்படியாக தான் என்று சொல்லி. ആമേൻ. വിശ്വാസത്താൽ നിങ്ങൾ അതിനൊന്ന് ഡിക്ലെയർ ചെയ്ത്, എന്നെ പിതാവ് വിളിച്ചിരിക്കുന്നത് ഒരു നിത്യമായ അവകാശത്തെ പ്രാപിക്കുവാനായിട്ടത്രേ. Amen. Hallelujah. இந்த இரவிலே எத்தனை பேருக்கு சொல்ல முடியும், Amen. Hallelujah. அந்த வேர்ட் நம்ம பார்க்கும்போது விதமாக தான் Amen அந்த வேர்ட் சொல்கிறது, 15th வேர்ட் விதமாக சொல்கிறது. Amen. Jesus. Hallelujah. Amen. And of this cause he is the mediator of the New Testament by means of death for the redemption of the transgressions that were under the first testament, they which are called might receive the promise of eternal inheritance. Hallelujah. அப்போ என்ன வேர்ட் சொல்கிறது, eternal inheritance நம்ம ரிசீவ் பண்ணும்படியாக நமக்கு ஒரு மீடியேட்டரை ஃபாதர் God அப்பாயிண்ட் பண்ணி இருக்கிறார் என்று சொல்லி. നോക്കിയേ, നമുക്കൊരു നിത്യ വാഗ്ദത്തം ലഭിക്കാൻ വേണ്ടി കർത്താവ് ഒരു മീഡിയേറ്ററെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. Amen. Who is our mediator for our eternal inheritance? That is Lord Jesus Christ himself. Amen. നിത്യ ഉടമ്പടി നമ്മൾ പ്രാപിക്കാൻ വേണ്ടി പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന മധ്യസ്ഥൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Amen. Hallelujah. So it is very sure that we can receive our eternal inheritance because അത് നമ്മുടെ തകുതിയിനാലേ അല്ല, നമ്മുടെ മീഡിയേറ്റർ നിന്നുകൊണ്ടുதான் നമുക്ക് அந்த inheritance നമുക്ക് തരുന്നത്. നമുക്ക് അതുകൊണ്ട് നിശ്ചയമായിട്ടും നിത്യ അവകാശത്തെ പ്രാപിക്കാൻ പറ്റും. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ മധ്യസ്ഥനായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അത് പ്രാപിക്കാൻ പറ്റും. Amen. Hallelujah. In the book of Joshua, there we can see that, Amen. Hallelujah, God is arising Joshua instead of Moses, Amen, to give the inheritance for the Israelite people. Amen. നോക്കിയേ, Amen, ദൈവം യോശുവയെ എഴുന്നേൽപ്പിക്കുക. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനങ്ങളെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദൈവം യോശുവയെ എഴുന്നേൽപ്പിക്കുക. Amen. Hallelujah. Moses is the shadow for the law. മോശ എന്ന് പറയുന്നത് അത് Amen, നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നിഴലാണ്. Amen. Hallelujah. And Joshua is the shadow of Lord Jesus Christ, Jehoshua.
Amen. എന്നാൽ ജഹോഷുവ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിന്റെ ഷാഡോയാണ്. Amen. Hallelujah. அந்த இடத்துல யோசுவாவை பார்த்து கர்த்தர் சொல்கிறார், நான் இஸ்ரவேல் ஜனங்களுக்கு வாக்குத்தத்தம் பண்ணின தேசத்தை நீ அவர்களுக்கு பங்கிட்டு சுதந்திரமாக கொடுப்பாய். യോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്തെ നീ അവർക്ക് വീതിച്ചു കൊടുക്കും. Amen. Hallelujah. You will divide the inheritance of the Israel people. Amen. அப்ப பாருங்க, யோசுவா மேல தான் அந்த appointed duty இருந்தது. Amen. Hallelujah. So Joshua is the mediator for the inheritance of Israelite people. യോശുവയുടെ ദൈവം പറഞ്ഞത്, അതുകൊണ്ട് യോശുവയാണ് അവരുടെ വാഗ്ദത്ത ദേശത്തെ വിഭാഗിച്ചു കൊടുക്കേണ്ട മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇതുപോലവേ in Christல നമുക്ക് ചില ഇൻഹെറിറ്റൻസ് இருக்கிறது. We are co-heirs with Jesus Christ. ഇതുപോലെ ഇൻ ക്രൈസ്റ്റിലും നമുക്ക് ചില നിത്യ അവകാശങ്ങളുണ്ട്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. அன்பானவர்களே, நீங்க பிசிக்கலான எல்லாவற்றிலும் கண்களை எடுத்து உங்களுடைய ஸ்பிரிச்சுவல் இன்ஹெரிட்டன்ஸ் மேல உங்களுடைய ஃபோக்கஸ் இருக்கட்டும். ஆமென். You are heir of God and co-heirs with Jesus Christ. ഫിസിക്കൽ മേഖലയിൽ നിന്ന് കണ്ണുകൾ എടുത്ത് കർത്താവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ പതിച്ചാട്ടെ. കാരണം നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികളും. Hallelujah. So you are heir of God and co-heir with Jesus Christ, and you have a mediator who will allow your eternal inheritance in your life. Amen. നിങ്ങൾ ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. ആരാണോ നിങ്ങളുടെ മീഡിയേറ്റർ ആയിരിക്കുന്നത്, ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നിങ്ങളായിരിക്കുന്നത്. ആമേൻ. அதெல்லாம் நீங்க நிச்சயமாகவே உங்களுடைய blessings உங்களுடைய inheritance சுதந்திரித்துக் கொள்வீங்க. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങളുടെ നിത്യ അവകാശത്തെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. இன்னைக்கு இந்த ஆண்டுல எத்தனை பேர் இந்த boldness ஓடு கூட நீங்க சொல்வீங்க, I will receive my inheritance but because I have a mediator, that is my Lord Jesus Christ. എത്ര ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ എന്റെ അവകാശത്തെ പ്രാപിക്കും, കാരണം എനിക്ക് ഒരു മീഡിയേറ്റർ ഉണ്ട്, അതെന്റെ ക്രിസ്തുവേശു അത്രേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. in Christ தான் நான் எல்லா blessings உடைய ஹேர் ஆக மாறி இருக்கிறேன். ക്രിസ്തുവേശുവിലാണ് ഞാൻ എല്ലാ അനുഗ്രഹത്തിന്റെയും കൂട്ടവകാശിയായിരിക്കുന്നത്. and he will divide but he will allow, he will grant my inheritance in my life. ആ ക്രിസ്തുവേശു തന്നെ എന്റെ അവകാശത്തെ മുഴുവൻ എന്റെ ജീവിതത്തിനകത്ത് അനുവദിച്ചു തരും. ആമേൻ. இன்னைக்கு எத்தனை பேர் விசுவாசமுள்ள இதயத்தோடு கூட சொல்றீங்க, this year is the inheritance year in my life. എത്ര പേർ പറയും ഈ വർഷം ഇതെന്റെ അവകാശത്തിന്റെ വർഷമാണെന്ന്. because I am also an heir of Abraham. കാരണം ഞാൻ അബ്രഹാമിന്റെ അവകാശിയാണ്. ആമേൻ. ഹല്ലേലൂയ. I am a co-heir with Jesus Christ. ഞാൻ ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശിയാണ്. I am an heir of God. ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ആമേൻ. daily you have to declare these words. ഓരോ ദിവസവും നിങ്ങൾ ഈ വേർഡിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. பாருங்க, അബ്രഹാമെ பார்த்து വാനത്ത് നക്ഷത്രങ്ങളെ കാട്ടി കർത്താവ് சொன்னார், ആമേൻ, ഉன்னுடைய സന്തതി ഇതുപോലെ ആമേൻ ആമേൻ പെരുകുവാர்கள் എന്ന് சொல்லி. അബ്രഹാമിനെ വിളിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ഇതുപോലെ വർദ്ധിക്കും. Amen. Abraham is a single person and God is showing all the stars, amen, in the sky and saying, I mean, you will expand like this. അബ്രഹാം ഒരു ഏകനായ വ്യക്തിയാണ്. അബ്രഹാമിനെ വിളിച്ചിട്ട് നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറയുന്നത് ഇതുപോലെ വിശാലപ്പെടാൻ പോകുകയാണ്. Unbelievable prophetical voice. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണത്. Even Abraham don't have a single child. അബ്രഹാമിന് ആ സമയത്ത് ഒരു സന്തതി പോലും ഇല്ല. Hallelujah. But every God's prophetical voice has supernatural power to create, amen, that prophetical voice. എന്നാൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തിന് ഇല്ലാത്തതിനെ സൂപ്പർനാച്ചുറലി ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. 2025 உங்களுக்கு எபிலிட்டி இல்ல இருக்கலாம், உங்களுக்கு குவாலிஃபிகேஷன் இல்ல இருக்கலாம், உங்களுடைய டெட் சிச்சுவேஷனாக இருக்கலாம், but the prophetical voice, amen, that is coming, amen, towards you, that has a supernatural power, amen, to bring forth the prophetical, amen, realm, the fulfillment of this prophecy in your life. Amen. നിങ്ങൾക്ക് യോഗ്യതയിലായിരിക്കാം, കഴിവില്ലായിരിക്കാം, എന്നാൽ പ്രൊഫറ്റിക്കൽ വേർഡിന്റെ ദൈവശബ്ദത്തിന്റെ ആ ശക്തി അതിനെ നിങ്ങളുടെ ലൈഫിൽ അനുവദിച്ചു തരുവാൻ, ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. Amen. Hallelujah. God is saying, Abraham, if you can count the stars, you just count. Hallelujah. Your amen, generation will be like this. അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക, നിന്റെ സന്തതി അതുപോലെ തന്നെയായിരിക്കും. Amen. Hallelujah. Till now we can't count the stars and we can't count the Abrahamic seeds. ഇന്ന് നമുക്ക് ആ നക്ഷത്രങ്ങളെ മുഴുവൻ എണ്ണി തീർക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് അബ്രഹാമിന്റെ സന്തതി. That means great expansion.
അതാണ് ഏറ്റവും വലിയ വിശാലത എന്ന് പറയുന്നത്. Amen. Christ generation, you are going to expand like this. Hallelujah. Because you are the Abrahamic seed. Hallelujah. Amen. Uncountable realm உங்களுடைய மேல் ஓபன் ஆகுற ஒரு இயராக தேவன் ക്രിസ്തുവിന്റെ തലമുറകളെ നിങ്ങൾ ഇതുപോലെ ഒരു വലിയ വിശാലതയിലേക്ക് വരാൻ പോകുക. കാരണം നിങ്ങളാണ് അബ്രഹാമിന്റെ സന്തതികൾ. നിങ്ങൾ എണ്ണി തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വിശാലത നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുകയാണ്. Amen. Hallelujah. Now you may be a single person. Your situation may be like Abrahamic situation. Hallelujah. But you will expand greatly because, amen, hallelujah, we have already some examples in the word of God. നിങ്ങൾ ഇതുപോലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ വിശാലപ്പെടാൻ പോകുകയാണ്. കാരണം നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് നിങ്ങളുടെ മേൽ ഒരു വലിയ വിശാലത വെളിപ്പെടാൻ പോകുകയാണ്. We have great proof, amen, in the word of God. നിങ്ങൾക്ക് ആ ദൈവവചനത്തിൽ നിന്ന് വളരെ ഒരു പ്രൂഫ് നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. Amen. Hallelujah. Adanale whoever believe the prophetical voice, whoever believe that, amen, hallelujah, now I am in the great expansion and I am in the realm of inheritance, automatically, amen, hallelujah, that realm will manifest in your life. നിങ്ങൾ ആരൊക്കെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, ആരൊക്കെ ഞാൻ ആ ഗ്രേറ്റ് എക്സ്പാൻഷനകത്ത് ഇൻഹെറിറ്റൻസിനകത്താണ് ആയിരിക്കുന്നത്, ആരൊക്കെ വിശ്വസിക്കുന്നു, ആ realm ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകും. Hallelujah. We will teach one secret. Hallelujah. How the prophetical voice will manifest in your life. Word says Abraham believed. Hallelujah. Just Abraham believed. Hallelujah. Amen. Abraham didn't didn't see his situation, didn't tell about his situation, but Abraham believed. Amen. ഒരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് ഈ ദൈവശബ്ദത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നത്? വചനം അബ്രഹാം വിശ്വസിച്ചു. ആമേൻ. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതുപോലെ വിശ്വസിക്കുക, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ തുടങ്ങും. Hallelujah. அதுதான் கர்த்தர் கவுண்ட் பண்ணுவது நம்முடைய, ஆமென், ஹalleluya, கிரியைகளே அல்ல. ஆமென். நம்முடைய வர்க்ஸ் அல்ல அவர் கவுண்ட் பண்ணுவது. ஆமென். ஹalleluya, பிலீவிங் ஹார்ட் தான் கர்த்தர் கவுண்ட் பண்ணுகிறார். നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് കൗണ്ട് ചെയ്യുന്നത്. ஆமென். ஹalleluya. ஆமென். It's counted. ஆமென். அப்படிதான் அந்த வேர்ட் சொல்கிறது. ஹalleluya. ஆமென். அது அப்ரஹாமுக்கு நீதியாக, ரைச்சியஸ்னஸ் ஆக அப்ரஹாம்ட லைஃப்ல கவுண்ட் பண்ணுவது. இது போல பிலீவ் பண்ணுகிற ஒரு ஹார்ட் உங்கள் மேல இருந்துச்சு சொன்னா சூப்பர் நேச்சுரல் manifestation of the prophetical realm will happen in your life. ഇതുപോലെ ആമേൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അബ്രഹാം വിശ്വസിച്ചത് അവനെ നീതിയായി കണക്കിട്ടു. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് ഈസിയായി നിങ്ങളുടെ ലൈഫിനകത്ത് അത് വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഗ്രേറ്റ് എക്സ്പാൻഷൻ ത്രൂ ഇൻഹെറിറ്റൻസ്, അവകാശം പ്രാപിക്കുന്നതിലൂടെ ഒരു വലിയ വിശാലത എന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുകയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ஆமென். எத்தனை பேர் விதமாக விசுவாசிக்கிறீங்க? ஆமென். சில இன்ஹெரிட்டன்ஸ் சுதந்திரித்து கொண்டு ஒரு கிரேட் எக்ஸ்பான்ஷன் உங்களுடைய லைஃப்ல நடக்க போகிறது என்று சொல்லி. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 4:10 നമുക്ക് ഒരു പ്രയർ കാണാൻ കഴിയും. അതിനകത്ത് പറയുക, ആമേൻ, ജബ്ബേസിന്റെ ഒരു പ്രാർത്ഥന. ജബ്ബേസ് എന്ന് പറഞ്ഞാൽ, ജബ്ബേസ് എന്ന പദത്തിന്റെ അർത്ഥം ദുഃഖം എന്നാണ്, സോറോ എന്നാണ്. പറയുക, ഇഫ് only you would greatly bless me and expand my territory. ஆமென். ஹalleluya. ஆமென். நம்ம ஆமென் Chronicles, ஆமென், First Chronicles 4:10ல ஜபேஸ்னுடைய ஒரு பிரேயர் நம்ம பார்க்கிறோம். ஆமென். அந்த இடத்துல ஆமென் ஜபேஸ்னுடைய பிரேயர் தான், கர்த்தாவே நீர் என்னை ஆசீர்வதித்து, ஆமென், என்னுடைய எல்லைகளை விசாலமாக்கி விரிவுபடுத்தினீர் என்று சொன்னால், ஜபேஸ் மீன்ஸ் சோரோ இருக்கிற ஜபேஸ் தான் இந்த பிரேயரை பிரேயர் பண்ணுகிறது. ഹല്ലേലൂയ. ആമേൻ. ജബേസിനെ കുറിച്ച് അറിയാം, അവന്റെ അമ്മ അവനെ ദുഃഖത്തിലാണ് പ്രസവിച്ചതെന്ന് വചനം പറയുന്നു. ஆமென். ஜபேஸை குறித்து சொல்ல வேண்டும் என்று சொல்றோம். ஹிஸ்டரி என்னன்னு பார்த்தா அவனுடைய own mother ரொம்ப സോറോവിൽ தான் അവനക്ക് ബർത്ത് കൊടുത്തത് എന്ന് சொல்லி വേർഡ് சொல்லுது. അവൻ ഒരു അമ്മ തന്റെ മകനിട്ട പേരാണ് സോറോ, ദുഃഖമെന്ന്. ആമേൻ. ഹല്ലേലൂയ. One mother named his son as sorrow. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വേർഡ് അവിടെ വചനം പറയുക, God granted his prayer. അവന്റെ പ്രാർത്ഥനയെ ദൈവം ഗ്രാന്റ് ചെയ്തു. And the one word which came out of his mouth, and the word says God granted his prayer. 2025 നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ വാക്കുകളെ ഗ്രാന്റ് ചെയ്യുന്ന ഒരു റിലം 2025 തുറന്നിരിക്കുക. Amen. 2025, whatever may be your situation, but our heavenly Father is going to grant all our prayers. നമ്മൾ ജബേസിനെ പോലെ ആയിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, പക്ഷേ God will expand your territory. Amen. Hallelujah. Amen. നമ്മുടെ സിറ്റുവേഷൻ എന്ന് சொல்வது ഒരു ജബേസ് പോലെ ഒരു സോറോ, ഒരു പ്രോബ്ലം എന്ന സിറ്റുവേഷൻ
இருக்கலாம். ஆனால் ஜப்பேஸ்னுடைய டெரிட்டரிஸ் எக்ஸ்பாண்ட் பண்ண கர்த்தர் உங்களை எக்ஸ்பாண்ட் பண்ண போகிறார். എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുന്ന ഒരു വർഷമായതെന്ന്? Amen. How many of you believe that I am going to expand in the right and നിങ്ങളുടെ left side? സ്പിരിച്വൽ റിലത്തിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ റിലത്തിൽ, നിങ്ങളുടെ പ്രയർ ലൈഫിനകത്ത്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അസാധാരണമായിട്ടുള്ള ഒരു ഗ്രേറ്റ് എക്സ്പാൻഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുകയാണ്. Amen. How many of you believe that in your spiritual realm, in your financial realm, in your job, in your family life, you are going to expand? ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാത്ത രീതിയിൽ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഡിവൈൻ ഇൻഹെറിറ്റൻസ് ആൻഡ് ഗ്രേറ്റ് എക്സ്പാൻഷൻ ഈ 2025 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. Amen. Hallelujah. അൻപാനവർകളെ, ഇതുവരെ ഉങ്ങളുടെ ലൈഫിലെ മാനിഫെസ്റ്റഡ് ആകാത്ത വിധത്തിൽ ഗ്രേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ഈസ് ഗോയിങ് ടു മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ്. അപ്പാ അത് പറഞ്ഞു ഞങ്ങൾ മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ അത് சொல்லி நாங்கள் ഇവർകളെ ആശീർവദിച്ചു ജപിക്കുന്നു. എത്ര പേർ ഇപ്പോൾ ആ ബ്ലെസ്സിങ്ങിനെ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു? എത്ര പേർ அந்த blessings റിസീവ് பண்ண റെഡിയാ இருக்கீங்க? Yes, Father God, ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. We bless right now in the name of Jesus Christ of Nazareth. Amen. Hallelujah. நாங்க அத சொல்லி amen உடைய பிள்ளைகளை நாங்க bless பண்ணுகிறோம். Hallelujah. Amen. இத பாக்கும்போது amen ஒரு விஷன் நான் இவ்விதமாக பார்க்கிறேன். Amen. Hallelujah. டேவில் உங்களை சில டெரிட்டரிக்கு உள்ள கொண்டு வந்து வெச்ச சில பார்டரை போட்டு amen. Hallelujah. Amen. You should stand here. You should stand here. இப்படி வெச்ச இடத்துல amen in the night tonight amen you are breaking all the amen hallelujah territories of enemy hallelujah which blocked your financial area, which blocked your health, hallelujah. You are arising as a spiritual giant and you are blocking, you are breaking all the territories of the enemy and hallelujah. நான் பார்க்கிறேன் சில walls break ஆகுது, நீங்க சில supernatural amen territoriesல மூவ் ஆகுறத நான் பார்க்கிறேன். hallelujah amen Jesus amen. அப்படி சில ரலங்கள் இந்த இரவில உங்க லைஃப்ல ஓபன் ஆகுறத நான் பார்க்கிறேன். அப்பா ஒவ்வொரு நபர்களையும் நாங்கள் இந்த இரவில amen ஆசீர்வதிக்கிறோம் கர்த்தாவே. thank you father hallelujah. நான் பார்க்கிறேன் amen Jesus hallelujah. டேவில் உங்களை பிளைண்ட் பண்ணி வச்ச இடத்துல amen சில blind eyes open ஆகுது tonight amen. some blind eyes is going to open hallelujah. you are going to see the inheritance in Christ. Yes, glory. എല്ലാവരും സ്പിരിച്വൽ റിലങ്ങളെ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ ടങ്സുകൾ സംസാരിച്ചേ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. എല്ലാ മേഖലകളും ഇപ്പോൾ ഇവർ സ്പ്രെഡ് ആകട്ടെ, അനോയിന്റിംഗിനകത്ത് ഇവർ സ്പ്രെഡ് ആകട്ടെ. Luke 4:14 കർത്താവേ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ലൈഫിൽ അത് വെളിപ്പെട്ട്. ഏഷ്യ 54:3 ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, അത് ഇവരുടെ ലൈഫിൽ അതുപോലെ സംഭവിക്കട്ടെ. ഫസ്റ്റ് ക്രോണിക്കൽസ് 4:10 ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇവരുടെ ലൈഫിൽ അതുപോലെ വെളിപ്പെടട്ടെ. in the name of Jesus Christ of Nazareth. Amen. Hallelujah. We release supernatural amen financial realms upon them father. കർത്താവേ ഇതുവരെ കണ്ടിടാത്തതാണ് financial blessing, ഇതുവരെ കണ്ടിടാത്തതാണ് amen spiritual authorities manifestation ഇവരുടെ ലൈഫിൽ വെളിപ്പെടട്ടെ. Isaiah 54:3 amen left side right side with a great expansion la move பண்ணட்ടെ கர்த்தாவே. கர்த்தாவே அப்பா amen கர்த்தாவே அந்த eternal inheritance இவരുടെ ലൈഫിൽ manifest ആകുന്ന എല്ലകൾ ഓപ്പൺ ആകുന്നதாக സ്തോത്രം കർത്താവേ. ഇതുവരെ കണ്ടിടാത്തതാണ് supernatural encounters ഇവരുടെ ലൈഫിൽ manifest ആകുന്നதாக സ്തോത്രം കർത്താവേ. அப்பா amen delay ആയി കിടന്ന ചില വിഷയങ്ങൾ blessings അത് சீக்கிரமாக இவരുടെ കരങ്ങളിൽ அப்பா வந்து நிற்பதற்காக ஸ்தோத்திரம் பா. அப்படி சில supernatural blessings yes lord receive the great expansion on great inheritance. നിങ്ങളുടെ മേൽ ഇപ്പോൾ സംഭവിക്കുക. we declare it right now in the name of Jesus Christ. നിങ്ങളുടെ anointing increase ആകുക, God's presence നിങ്ങളുടെ മേൽ increase ആകുക, God's glory നിങ്ങളുടെ മേൽ increase ആകുക. ഭയങ്കര heavenly experiences നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുക. Thank you Lord Jesus. ഞങ്ങൾ അത് പറഞ്ഞു ഇവരെ ബ്ലസ് ചെയ്തപ്പോ അത് சொல்லி நாங்கள் இவர்களை ஆசீர்வதிக்கிறோம் அப்பா ஆசீர்வதிக்கிறோம். Amen. 2 Corinthians 12 Amen 2 and 3 Amen പൗലോസ് പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുന്ന എക്സ്പീരിയൻസുകൾ ആമേൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഹെവൻലി എക്സ്പീരിയൻസുകൾ, ഡിവൈൻ ഡ്രീംസിനെ ഞങ്ങൾ തുറക്കുന്നു കർത്താവേ. വിഷൻസിനെ തുറക്കുന്നു, ഡ്രീംസിനെ ആമേൻ സ്പിരിച്വൽ ഡ്രീംസിനെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ
ഹല്ലേലൂയ. അപ്പാ ഇതുവരെ ഇല്ലാത്തതുപോലെ ഹെവൻലി എൻകൗണ്ടർ, സ്പിരിച്വൽ ഡ്രീംസ്, ഹല്ലേലൂയ കർത്താവേ, സ്പിരിച്വൽ മൂവിങ്ങുകൾ, സ്പിരിച്വൽ ആക്സസുകൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കട്ടളയിടുகிறோம். supernatural prayer life, hallelujah, supernatural relationship with Holy Spirit, hallelujah, amen, divine guidance, divine, amen, hallelujah, fellowship, adha naanga spiritual declare பண்ணுகிறோம். Yes, you can receive it, you can receive it, you can receive it right now. La rakata rabaka siketeria. Oh, നിങ്ങളുടെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റ് ആകിയ, ആമേൻ, ഹൈ റാങ്കുകൾ ഓപ്പൺ ആകിയ, റാൽക സിക്കറ്റേരിയ, ദൈവമായ പുത്രത്വം, ആമേൻ, ആ കിങ്ഷിപ്പ്, ആ സൺഷിപ്പ് നിങ്ങളുടെ മേൽ ഇപ്പോൾ അസാധാരണമായി മാനിഫെസ്റ്റ് ആകിയ, the year of manifestation ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു in the name of Jesus Christ. Oh Jesus, hallelujah. I'm seeing, amen, so some visas are going to stamp, hallelujah. countries nuடைய doors உங்களுக்கு முன்பதாக ஓபன் ஆகுது, சில விசாக்கள் ஸ்டாம்ப் பண்ணப்படுவதை பார்க்கிறோம். supernatural traveling, amen, உங்களுடைய லைஃப்ல வெளிப்படுவதை நாங்க பார்க்கிறோம். sons of God, hallelujah, the body of Christ nuடைய, amen, hallelujah, அந்த oneness அதிகமாக இந்த இயர்ல நீங்க என்ஜாய் பண்ண போகிறீங்க. divine visitations உங்களுடைய லைஃப்ல வெளிப்படுவதை நாங்க ஆவியில பார்க்கிறோம். ராபாலா பிரபௌடா பால ஹசகாரா ரேப ത്രൗഡ കേകെ റേകെ ഷെക്കെ ലെബ്രാ, അവൻ ഒരു ഇടയനായ ദാവീദ്, അവൻ കിങ് ആയി അനോയിന്റിംഗിലേക്ക് കയറിയതുപോലെ, അവൻ ആ പ്ലേസിലേക്ക് കയറിയതുപോലെ, അങ്ങനെ ഒരു കിങ്ഷിപ്പ് റിലത്തിലേക്ക് കർത്താവ് നിങ്ങൾ എൻട്രി ചെയ്യുക. നിങ്ങളുടെ കിങ്ഷിപ്പ് അനോയിന്റിംഗുകൾ തുറക്കുക, നിങ്ങളുടെ രാജകീയ അഭിഷേകം തുറക്കപ്പെടുക, നിങ്ങളുടെ പ്രീസ്ലി അനോയിന്റിംഗ് ഓപ്പൺ ആകുക, നിങ്ങളുടെ കിങ്ലി അനോയിന്റിംഗ് ഓപ്പൺ ആകുക, ഒരു റോയൽ റില നിങ്ങളുടെ മേൽ തുറക്കപ്പെടുക. അവൻ 2025 declare it right now. ഒരു കിങ്ലി അനോയിന്റിംഗ് സ്വർഗ്ഗം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുക. ഓ, യു ആർ ഗോയിങ് ടു റൂൾ. നിങ്ങൾ വാഴുവാൻ പോകുക ഈ വർഷം. Amen, hallelujah, amen. இந்த இயர் உங்களுடைய வாய்ஸை மற்றவங்க ரெகக்னைஸ் பண்ண போகிறாங்க. amen, உங்களுடைய வாய்ஸ்ல அதாரிட்டி வெளிப்படுகிறது. amen, உங்களுடைய வாய்ஸ், amen, சூப்பர் நேச்சுரல் பவர் மேனிஃபெஸ்டேஷன் ஆக மாற போகிறது. நான் பார்க்கிறேன் உங்களுக்கு சூப்பர் நேச்சுரல் என்ட்ரிகள், நீங்க இருக்கிற இடத்திலே இருப்பீங்க, ஆனா சூப்பர் நேச்சுரல் என்ட்ரிகள் உங்களுடைய லைஃப்ல வெளிப்படும். கொர்னேலியஸுக்கு சொப்பனத்தில், amen, ஹalleluya, இடைப்பட்டது போல உங்களை குறித்து சொப்பனத்தில் இடைப்பட்ட சில வழிகள், அது போலவே உங்களுக்கு சில டிவைன், amen, dreams, divine, amen, encounters in the dreams, இந்த ரலமெல்லாம் உங்கள் மேல் அதிகமா manifest ஆகிறது. சப்ரைக லேப்ரானியா சமேனியந்தனா ஷவுடசியந்தனா, you will be, amen, very active in the kingdom of God. hallelujah, amen, hallelujah. உங்களுடைய கரங்களால் கர்த்தர் சிலதை எழுத வைக்கிறார், உங்களுடைய கரங்களினால் கிங்டத்துக்கு பிரயோஜனமானதா சிலதை, amen, உருவாக்குகிறார். இந்த ஆண்டு, amen, you will receive some rewards from heaven. hallelujah, whatever you did for the kingdom of God, amen, hallelujah, whatever you done, amen, hallelujah, you are going to receive some divine inheritance in your life. Thank you, Father. Yes, Father God, we give you all glory, Papa. We give you all glory. Amen. Once again, we declare 2025 the realm of great expansion through inheritance. കർത്താവേ, ഓരോ മക്കളുടെ മേലും അത് അത്ഭുതകരമായി സംഭവിക്കട്ടെ, അത്ഭുതകരമായി സംഭവിക്കട്ടെ. അത് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. നിങ്ങൾ ഒരു വാരിയറെ പോലെ എഴുന്നേൽക്കാൻ പോകും. നിങ്ങൾ സ്ട്രോങ് ആയി പോകുക. നിങ്ങളെ ഇനി വീക്ക് ആക്കാൻ, നിങ്ങളെ കവർച്ച ചെയ്യുവാൻ ഡീമന് കഴിയത്തില്ല. അവൻ കവർച്ച ചെയ്തത് 7 times more നിങ്ങളുടെ മേൽ റിസ്റ്റോർ ആകാൻ പോകുക. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ, നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാമിന്റെ അനോയിന്റിംഗ്, അബ്രഹാമിന്റെ ബ്ലെസ്സിംഗ്, അവകാശം നിങ്ങളുടെ മേൽ വെളിപ്പെടുക. നിങ്ങൾ ഇടത്തോട്ടും അലത്തോട്ടും നിങ്ങൾ സ്പ്രെഡ് ആകും. കർത്താവേ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. We give you all glory, Father. Thank you, Jesus. In Jesus' mighty name. Amen. 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 എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9444242660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.